ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ് റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി അല്ലാഹുമ്മ ലാ സഹല ഇല്ലാ മാ ജഅൽതഹു സഹല വഅൻത തജ്അലുൽ ഹസ്ന ഇദാ ശിഅത സഹല റബ്ബി സിദ്നാ ഇൽമൻ നാഫിഅ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. സുമിയ ടീച്ചറെ കാണുന്നില്ലല്ലോ? ടീച്ചറെ സ്ക്രീൻ വന്നായിരുന്നു. ഇപ്പൊ കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. നോട്ട് കാണുന്നുണ്ടല്ലേ? നോട്ട് കാണുന്നുണ്ട്. ഓക്കെ, നമുക്ക് ആദ്യം തജ്വീദ് പറയാം. ഓക്കെ. തജ്വീദ് പറഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യാം, തഫ്സീർ പറയാം കേട്ടോ. എല്ലാ ആയനെയും അങ്ങനെ ചെയ്യാം. എല്ലാ കംപ്ലീറ്റ് തജ്വീദ് കഴിഞ്ഞിട്ട് തഫ്സീറിലേക്ക്. അങ്ങനെ അർത്ഥം മുറിഞ്ഞു പോകില്ല. അപ്പം കഴിഞ്ഞ ഒരു ആയ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചതാണ് കംപ്ലീറ്റ്. അതിൻ്റെ എല്ലാം നമ്മൾ പഠിച്ചതാണ്. സെക്കൻഡ് ആയ മുതലാണ് നമുക്കിത് പഠിക്കാനുള്ളത്. അപ്പൊ സെക്കൻഡ് ആയ സ്റ്റാർട്ട് ചെയ്യുന്നത് ഖയ്യിമൻ. അപ്പൊ അവിടെ ഒരു തൻവീൻ ഉണ്ട്. ഖയ്യിമൻ, മീമിന്റെ മുകളിൽ ഒരു തൻവീൻ ഉണ്ട്. തൻവീന് കഴിഞ്ഞിട്ട് വരുന്നത് ലാമാണ്. ഓക്കെ, തൻവീൻ കഴിഞ്ഞ അടുത്ത അക്ഷരം ലാമാണ്. ലാമിന് സാക്കിനാനൂനോ തൻവീനിനോ ശേഷം ലാമ് വന്നു കഴിഞ്ഞാൽ ഇദ്ഗാമാണ്. ഇദ്ഗാം ബിലാ ഉന്ന, മണിക്കാതെ തൻവീനിലുള്ള നൂനിന്റെ സൗണ്ടിനെ ലാമിലേക്ക് ലയിപ്പിക്കാം. തൻവീൻ എന്ന് പറഞ്ഞാല് ഒരു അർക്കയും ഒരു നൂൻ സാക്കിനയുമാണ്. ഇവിടെ ഖയ്യിം മീം ഫതഹ തൻവീനാണുള്ളത്. ഫതഹ തൻവീൻ എന്ന് പറഞ്ഞാൽ ഫതഹ പ്ലസ് നൂൻ സുക്കൂനാണ്. അപ്പൊ നൂൻ സുക്കൂനിന്റെ സൗണ്ടിന് ലാമിലോട്ട് ജയിപ്പിക്കും, പക്ഷെ എന്ത് ചെയ്യൂല, മണിക്കൂല. അങ്ങനെയാണ് ലാമിന് ശ്രദ്ധ വന്നത്. അപ്പൊ നമ്മള് ഒരു ഫതഹ അവിടെ വെക്കും, മീമിന്റെ മുകളിൽ ഒരു ഫതഹ വെക്കും. അപ്പൊ നമ്മള് പാരായണം ചെയ്യുമ്പോ ഖയ്യിമല്ലി അവിടെ ഒരു നാലിന് തൊട്ട് മുന്നിൽ ഒരു സാക്കിനായ നൂനുണ്ട്. അപ്പൊ ഈ സാക്കിനായ നൂനും തൻവീനും എവിടെ വന്നാലും, ഏത് തൻവീനായാലും അതില് തജ്വീദിന്റെ ഒരു നിയമം ഉണ്ടാവും. അപ്പൊ നിങ്ങളെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. അറിയാത്ത ആൾക്കാർക്കാണ്, അറിയുന്നവർക്കല്ല. സാക്കിനായ നൂനോ രണ്ട് തരത്തിൽ കാണും. ഒന്ന് നൂന് സുക്കൂന്റെ ചിഹ്നം ഉള്ളത് ഉണ്ടാവും, സുക്കൂന്റെ ചിഹ്നം ഇല്ലാത്തത് ഉണ്ടാവും. അല്ലെങ്കിൽ തൻവീന് ഫതഹ, കെസ്റ, വമ്മ, ഇതേത് തൻവീൻ വന്നു കഴിഞ്ഞാലും അതില് തജ്വീദിന്റെ ഒരു നിയമം ഉണ്ടാവും. എവിടെ സാക്കിനാ നൂന് റാലിന്റെ തൊട്ട് മുന്നേ ഉണ്ട്, അതിനെന്തില്ല, നൂൻ സുക്കൂന്റെ ചിഹ്നമല്ല. അപ്പൊ ഇത് റാലിന്റെ മുന്നേ സാക്കിനാ നൂനോ തൻവീനോ വന്നാൽ ഇഖ്ഫ ആണ്. അപ്പൊ ഇത് റാലായതിനെ കൊണ്ട് എന്ത് ചെയ്യാ, റാലിന്റെ മഹ്റജിൽ വെച്ചിട്ട് നമ്മൾ മണിക്കും. ഇഖ്ഫ എന്ന് പറഞ്ഞാല് മറിച്ച് മണിക്കുക, നൂനിന്റെ സൗണ്ടിനെ മറിച്ചിട്ട് മണിക്കുന്നതിനാണ് എന്ത് പറയാ, ഇഖ്ഫ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ദാലിന്റെ മഹ്റജിൽ വെച്ചിട്ടാണ് അതിനെ മണിക്കുക. ഓക്കെ, ഇപ്പൊ ലിയുൻദിറ ഹെവിയാണ്. പിന്നെ വന്നിട്ട് ഇവിടെ ഉള്ളത് ഹംസ സുക്കൂനാണ്. ഹംസക്ക് സുക്കൂൻ ഇട്ടാൽ എന്താണ്, ഹംസത്തുൽ ഖത്ത എന്നാണ് ഇതിന്റെ പേര്. ഹംസത്തുൽ ഖത്ത നമ്മള് മുറിച്ച് പ്രൊനൗൺസ് ചെയ്യണം. ഹംസയെ കട്ട് ചെയ്തിട്ട് പ്രൊനൗൺസ് ചെയ്യണം. അപ്പൊ ബസൻ, ബ കഴിഞ്ഞിട്ട് ഹംസക്ക് സുക്കൂൻ, ബസൻ. ഓക്കെ, ഇനി വന്നിട്ടുള്ളത് സീനിന്റെ മുകളിൽ ഒരു തൻവീൻ ഉണ്ട്, ഫതഹ തൻവീനാണ്. തൻവീന് കഴിഞ്ഞിട്ട് ഷീന്, തൻവീന് ശേഷം ഷീനാണ്. അപ്പൊ ഇത് ഇഖ്ഫ ആണ്. മഹ്റജില് വെച്ചിട്ടുള്ള ഇഖ്ഫ അല്ല. ഇഖ്ഫ മഹ്റജില് കൊള്ളിക്കാതെ എവിടെയും തൊടിക്കാതെ ഇഖ്ഫ ചെയ്യാം. ഓക്കെ, വായിൽ എയറിൽ വെച്ചിട്ട് നമ്മള് ജൗഫിന്റെ ഇത് പഠിച്ചില്ല, ജൗഫിൽ വെച്ചിട്ട് എന്ത് ചെയ്യാ, വായന്റെ ഉള്ളില് എയറിൽ വെച്ചിട്ട് എന്ത് ചെയ്യാ, മണിക്ക. അപ്പൊ ബഅസൻ ഷദീദ,
ഇനി ദാലിന് ഫത്തഹ തൻവീനുണ്ട്. ഈ ഫത്തഹ തൻവീൻ എവിടെ കണ്ടാലും അവിടെ ഒരു അലിഫ് ഉണ്ടാവും. ഫത്തഹ തൻവീന്റെ ശേഷം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, എല്ലാ ഫത്തഹ തൻവീനും അലിഫ് ഉണ്ടാവും. എക്സെപ്റ്റ് ഒരു 3 കേസ് ഇല്ലാത്തതുണ്ട്. അപ്പൊ ഞാൻ പറയുന്നില്ല, നമുക്ക് കൂടി പറഞ്ഞ് കൺഫ്യൂഷൻ ആണ്ട, സമയം വരുമ്പോൾ പറയാം കേട്ടോ. മിക്ക കേസിൽ എന്തുണ്ടാവും, തൻവീന് ശേഷം ഒരു ഫത്തഹ ഉണ്ട്. ഇത് എന്തിനാന്ന് വെച്ചാല് നമ്മൾ ഇത് ഇവിടെ ഫുൾ സ്റ്റോപ്പ് ചെയ്യാൻ, നമുക്ക് ഇതിൽ ഫുൾ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ ഷദീദൻ എന്നുള്ളതിൽ ഫുൾ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ ഒരു ഫത്തഹയും വെക്കും, ഒരു മദ്ദും വെച്ചിട്ടാണ് അതിനെ ഫുൾ സ്റ്റോപ്പ് ഇടുക. ഷദീദ ഷദീദ, ഓക്കെ, അങ്ങനെയാണ് അതിനെ ഫുൾ സ്റ്റോപ്പ് ചെയ്യുക. അതിന്റെ ആവശ്യത്തിനാണെന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഷദീദ. ഇനി ആ തൻവീന് ശേഷം ഇവിടെ മീമാണ് വന്നത്. ഓക്കെ, തൻവീനിന് ശേഷം സാക്കിന നൂനിനോ തൻവീനിനോ ശേഷം മീമു വന്നാൽ ഇദ്ഗാമാണ്. ഇദ്ഗാം ബിഉന്ന, മണിച്ചുകൊണ്ട് ലയിപ്പിക്കുക. ഇദ്ഗാം ബിഉന്ന, നൂനിന്റെ സൗണ്ടിനെ, തൻവീനിലുള്ള നൂനിന്റെ സൗണ്ടിനെ മീമിലോട്ട് ലയിപ്പിക്കുക. എന്നിട്ട് മീമിനെ മണിക്കുക. അതുകൊണ്ടാണ് ഈ മീമിനോട് ഒരു ശ്രദ്ധ വന്നത്. ഓക്കെ, അപ്പൊ ശദീദമ്മിൻ, ശദീദമ്മില്ലദുൻഹു, ശദീദമ്മില്ലദുൻഹു. മീമിന്റെ കഴിഞ്ഞിട്ട് നൂനാണുള്ളത്, അത് സാക്കിനായ നൂനാണ്. അപ്പൊ നൂനിന് കഴിഞ്ഞിട്ട് ലാമാണുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞാണ്, തൻവീന് ശേഷമായാലും നൂനിന് ശേഷമായാലും സാക്കിനായ നൂനിന് ശേഷമായാലും ലാമ് വന്നാൽ ഇദാമാണ്. ഇദാം ബിലാവുന്ന, മണിക്കാണ്ട് ലയിപ്പിക്കുക. മില്ലദുൻ, മില്ല, മീമിന് കെസറേന്ന് ലാമിലോട്ട് വരും. നൂനിന് എന്ത് ചെയ്യല, പ്രൊനൗൺസ് ചെയ്യൂല. മി ല, മില്ലദുൻഹു, മില്ലദുൻഹു. ഇവിടെ ഒരു സാക്കിനായ നൂനുണ്ട്, ഹാടെ മുകളില് മുന്നേ ഒരു സാക്കിനായ നൂനുണ്ട്. ഇതിനെ പ്രൊനൗൺസ് ചെയ്യും. തൊണ്ടയുടെ അക്ഷരങ്ങൾക്ക് മുന്നേ, തൊണ്ടയുടെ അക്ഷരങ്ങള് ഹംസ, ഹ, ഐൻ, ഹ, ഓയിൻ, ഹ. ഇതിന് ശേഷം സാക്കിനായോ നൂനോ തൻവീനോ വന്നാൽ നൂനിന്റെ സൗണ്ടിനെ ക്ലിയർ ആയിട്ടാണ് പ്രൊനൗൺസ് ചെയ്യുക. നൂനിന്റെ സൗണ്ടിനെ വെളിവാക്കും. ഇൽഹാർ, ഇൽഹാറാണ് നൂനിന്റെ സൗണ്ടിനെ വെളിവാക്കുക. അപ്പൊ ഇവിടെ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത് മില്ലദുൻഹു, മില്ലദുൻഹു. പിന്നെ വന്നിട്ട് വബശ്ശിറൽ മുഅ്മിനി. ഇപ്പൊ വാവിന്റെ മുകളിൽ ഒരു ഹംസത്തുൽ ഖത്തയുണ്ട്, മുഅ്മിനീന, മുഅ്മിനീന. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു ഹംസത്തുൽ വസ്ലുണ്ട്, അതിനെന്ത് ചെയ്യല, പ്രൊനൗൺസ് ചെയ്യൂല. 2 വാക്കിന്റെ ഇടയിലായത് കൊണ്ട് അതിനെ പ്രൊനൗൺസ് ചെയ്യൂല. ഓക്കെ, അത് റാ കഴിഞ്ഞിട്ട് ലാം സുക്കൂനിലോട്ടാണ് വരിക. വയുബശ്ശിറൽ, വയുബശ്ശിറൽ മുഅ്മിനീന, മുഅ്മിനീന അല്ലദീ. ഇവിടെയുണ്ട് ഒരു ഹംസത്തുൽ വസ്ൽ, ഇവിടെയുണ്ട്. ഇതിനെയും പ്രൊനൗൺസ് ചെയ്യൂല, ഹംസത്തുൽ വസ്ലിനെ പ്രൊനൗൺസ് ചെയ്യൂല. നൂനിന് ഫത്തയിൽ നിന്ന് ലാമിലോട്ട് വരും, ലാം ശ്രദ്ധയിലോട്ട് അങ്ങ് വരും. ഓക്കെ, യുഅ്മിനൂനല്ലദീന യഅമലൂന, യഅമലൂന, ഇതും പ്രൊനൗൺസ് ചെയ്യല. അസ്സാലിഹാത്തി അന്ന, അന്ന. ഇവിടെ നൂനിന് ശ്രദ്ധയുണ്ട്. നൂനിനോ മീമിനോ ശ്രദ്ധ വന്നു കഴിഞ്ഞാൽ 2 കൗണ്ട് മണിക്കുക, മണിച്ചിട്ടാണ് അതിനെ പ്രൊനൗൺസ് ചെയ്യുന്നത്. അന്നലഹും, അന്നലഹും അജുറൻ. ഇവിടെ തൻവീനുണ്ട്, അജുറൻ. തൻവീന് കഴിഞ്ഞിട്ട് ഇപ്പൊ നേരത്തെ നമ്മൾ കണ്ടു കഴിഞ്ഞ പോലെ തൊണ്ടയുടെ അക്ഷരമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക, അജുറൻ, അൻ. തൻവീനുള്ള നൂനിനെ, നൂനിന്റെ സൗണ്ടിനെ വെളിവാക്കുക. അജുറൻ ഹസന. അപ്പൊ ഇവിടെ ഫുൾ സ്റ്റോപ്പ് ഇടുന്ന നേരത്തെ 2 ഫത്തഹ തൻവീനാണ് ഫുൾ സ്റ്റോപ്പ് ഇടുന്നത്. അപ്പൊ നമ്മള് ഒരു ഫത്തഹൻ അടവെക്കും, ഒരു ഫത്തയും ഒരു മദ്ദു ഇട്ടിട്ടാണ്. അൽ മദ്ദുൽ ഇവൽ എന്നതിന് പറയാം, മദ്ദുൽ ഇവൽ. പേര് പഠിക്കണമെന്നില്ല, നമ്മള് ഫുൾ സ്റ്റോപ്പ് ഇടുന്നത് പഠിച്ചാൽ മതി. ഹസന, ഹസന എന്ന് പറഞ്ഞിട്ടാണ് അതിന് ഫുൾ സ്റ്റോപ്പ് ഇടുക. അജുറൻ ഹസന. നെക്സ്റ്റ് ആയ 3-ാമത്തെ ആയാണ്. ഇവിടെ കൂട്ടിയതാണെങ്കിൽ ഹസനാൻ, ഹസന എന്ന് കഴിഞ്ഞിട്ടുള്ള തൻവീൻ ആയിരുന്നല്ലോ ഹസന. നമ്മള്
നമ്മൾ എന്ത് ചെയ്ത് ആ വഖഫിന്റെ സൈന് കണ്ടപ്പോൾ നമ്മളത് ഫുൾ സ്റ്റോപ്പ് ഇട്ട്. ഈ ആൾക്കാർക്ക് വേണമെങ്കിൽ ഇത് കൂട്ടിയോതാം, മിസ് ചെയ്തോതാം. അങ്ങനെ കൂട്ടിയോതുമ്പോഴാണ് ഈ മീമിന് തജ്വീദിന്റെ നിയമം പാലിക്കപ്പെടാനുണ്ടാവുക. അല്ലാതെ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളിവിടെ ശബ്ദ പ്രൊനൗൺസ് ചെയ്യൂല. ഈ നൂനിന്റെ തൻവീൻ ഉണ്ടല്ലോ, ഈ തൻവീന് ഇതിലേക്ക് മിക്സ് ചെയ്യുന്ന, തൻവീനിലുള്ള നൂനിനെ ഇതിലേക്ക് മിക്സ് ചെയ്യുന്ന സമയത്തേ എന്തുള്ളൂ, ആ മീമിനവിടെ ശ്രദ്ധയുള്ളൂ എന്ന് പറഞ്ഞാൽ അത് കൂട്ടി ഓതുന്ന സമയത്തേ ഉള്ളൂ. കഴിഞ്ഞ ആയത്തും ഈ ആയത്തും കൂടി കൂട്ടുകയാണെങ്കിൽ അവിടെ എന്തുണ്ടാവും, ഈ മീമിന് ശ്രദ്ധ ഉണ്ടാവും. അപ്പൊ സാക്കിന തൻവീനാണ് അവിടെ. തൻവീന് ശേഷം മീമ് വന്നത് കൊണ്ട് ഇദാം ബ്യോന്ന എന്നുള്ള റൂൾ പ്രകാരമാണ് ഇത് ശ്രദ്ധ ഉള്ളത്. നീ നമ്മള് ഇവിടുന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ മീമിനും ശ്രദ്ധ ഉണ്ടാവില്ല. മാകിസീന, മാകിസീന ഫീഹി അബദ, അബദ. അബദ എന്നുള്ളിടത്തിലും നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരിയുള്ള എന്താണ് പുരുഷപ്പെടുന്ന സമയത്ത് ഒരു ഫതയും ഒരു അലിഫും വെച്ചിട്ട് ദാലിന് അബദ, ഒരു കൗണ്ട് 2 കൗണ്ട് നീട്ടിയിട്ട് ആണ് നിർത്തുക, അബദ. ഓക്കെ, ഇതിൽ വേറെ നിയമങ്ങളൊന്നുമില്ല. നെക്സ്റ്റ് 4th ആയ കാണുന്നുണ്ടോ രാസിമ ടീച്ചറെ? കാണുന്നുണ്ട് ടീച്ചറെ, ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞോളാം. ഓക്കെ, അത് പോയിരുന്നു അതുകൊണ്ടാ. ഓക്കെ, നെക്സ്റ്റ് 4th ആയാല് വാവ് കൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വയുന്തിറ, വയുന്തിറ. ഇവിടെ ദാലിന്റെ മുന്നിൽ സാക്കിനായ നൂനുണ്ട്. നമ്മൾ നേരത്തെ പഠിച്ചത് തന്നെയാണ്. എഫ് ആണ്. ദാലിന്റെ മഹറജിൽ വെച്ചിട്ട് തന്നെ എഫ് ആയ വയുന്തിറ, വയുന്തിറ, യുന്തിറല്ലദീന. ഹംസത്തുൽ വസ്ലിനെ പ്രൊനൗൺസ് ചെയ്യൂല, 2 വാക്കിന്റെ അടക്കായതുണ്ട്. അല്ലദീന ഖാലു, ഖാലു തഖദല്ലാഹു. ഇവിടെ ഈ വാവ് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു കണ്ടില്ലേ, ഇത് ഇതിനെ പറയുന്നത്, ഇത് 2 സംഭവമാണ്. ഇതില് ഈ ഒരു വാവില്ലേ, ഖാലു എൻ്റെ ഒരു വാവില്ലേ, ഈ വാവിന് തജ്വീദ് പ്രകാരമാണെങ്കിൽ ഇതില് ഇത് മദ്ദാണ്, വാവ് മദ്ദിയ അല്ലേ, നമ്മളിത് പഠിച്ചല്ലോ, വാവ് മദ്ദിയാണിത്. ഇനി ഗ്രാമർ പ്രകാരമാണെങ്കിൽ ഇത് ജംഇന്റെ സൈനാണ്, വൗൽ ജമാഅത്തി, അല്ലെങ്കിൽ ജമ ആക്കാനുള്ള ഈ ഒരു ഫേലിനെ ജമ ആക്കാനുള്ള എന്താണ് ഒരു അടയാളാണ് എന്ത്, ഇത് വാവ്. ഓക്കെ, അപ്പൊ ഈ ഒരു വാവിന്, ഈ ഒരു വാവ് ലെറ്റർ അല്ല എന്ന്, വാവ് മദ്ദിയാണ് അല്ലെങ്കിൽ വാവ് ജമാഅത്തിയാണ് എന്ന് കാണിക്കാനാണ് ഈ സാധനം. അതെങ്ങനെ വരാൻ കാര്യം എന്താന്ന് വെച്ചാല്, ഇപ്പൊ ഇത് ഇല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവും, പാലു നമുക്ക് മനസ്സിലാവും അവിടെ പാലു വാവ് മദ്ദിയാണ് എന്നുള്ളത്, അല്ലെങ്കിൽ ജമാനുള്ളതാണ് എന്നുള്ളത്. പക്ഷെ ഈ അർക്കത്തൊന്നും ഉണ്ടായിരുന്നില്ല മുന്നേ. ഖുർആനില് അർക്കത്തുകള് പിന്നീട് കൂട്ടിച്ചേർക്കപ്പെട്ടതാണ്. പണ്ഡിതന്മാര് പിന്നീടാണ് ഇതിനെന്ത് ചെയ്തത്, ഹർക്കത്ത് വെച്ചത്. ഇനി ഹർക്കത്തില്ലാത്തൊരു കേസിൽ ഈ വാവ് പിന്നെ മദ്ദായിട്ട് യൂസ് ചെയ്യും, ലെറ്റർ ആയിട്ട് യൂസ് ചെയ്യും. നമുക്കറിയാലോ, വാവ് എന്ന് പറഞ്ഞാൽ ലെറ്റർ ഉണ്ട്. ഇത് ലെറ്റർ അല്ലേ, വാവ് ലെറ്റർ ഉണ്ട്, ഇത് ലെറ്റർ ആണ്. ലെറ്ററും ഉണ്ട് മദ്ദും ഉണ്ട്. അപ്പൊ അത് രണ്ടും കൂടി മാറി പോവാതിരിക്കാനുള്ള ഒരു സൈനായിട്ടാണ് ഇതിനെ പറയപ്പെടുന്നത്, ഈ അലിഫ്. ഓക്കെ, പിന്നെ ഇത് അലിഫ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യാൻ പാടില്ല. ഈ അലിഫിനെ നമ്മൾ എവിടെയും പ്രൊനൗൺസ് ചെയ്യൂല. അത് പ്രൊനൗൺസ് ചെയ്യരുതെന്ന് കാണിക്കാനുള്ള അടയാളാണ് ആ സിഫർ. അപ്പൊ അതിനെ പറയുന്നത് സിഫർ മുസ്തദീർ എന്നാണ്, സിഫർ മുസ്തദീർ. അപ്പൊ ഇതിന് തജ്വീദും പിന്നെ ഗ്രാമറൊന്നും അറിയാത്തവരിനെ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, അതങ്ങോട്ട് ഒഴിവാക്കി വിട്ടേച്ചാൽ മതി. ഇങ്ങനെ അലിഫിന്റെ മുകളിലുണ്ടാവും, യാന്റെ മുകളിൽ ചിലപ്പോൾ ഉണ്ടാവും, വാവിന്റെ മുകളിലൊക്കെ ഉണ്ടാവും. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാല് ഇതെന്തല്ല, ഇത് നമുക്ക് പ്രൊനൗൺസ് ചെയ്യാനുള്ള സാധനങ്ങളല്ല. അപ്പൊ എന്ത് ചെയ്യുക, അതിനെ ഒഴിവാക്കി വിടുക. അറിയുന്നവർക്ക് തജ്വീദും തഫ്സീറൊക്കെ ഗ്രാമറൊക്കെ അറിയുന്നവർക്ക് ഇത് ഈ ഒരു ഇതാണ് ഒരു സംഭവം. ഇത് വാവ് ജമാണ് അല്ലെങ്കിൽ വാവ് മദ്ദിയാണ് എന്നുള്ളതിന്റെ സൈനാണത്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ഖാലു, ഇവിടെ ഈ ഇതുണ്ടല്ലോ, ഈ മദ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യില്ല, കാരണം ഇവിടെ എന്തുണ്ട്, ഹംസത്തുൽ വസ്ലുണ്ട്. അപ്പൊ നിങ്ങൾ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാല്, ഹംസത്തുൽ വസ്ലിന്റെ മുന്നേ ഉള്ള മദ്ദിനെ പ്രൊനൗൺസ് ചെയ്യൂല. എങ്ങനത്തെ മദ്ദായാലും
ഹംസത്തുൽ വസിലിന്റെ മുന്നേ മദ്ദുണ്ടോ അതിനെ പ്രൊനൗൺസ് ചെയ്യൂല. ആ ലെറ്റർ അർക്കത്തു നിന്നുള്ള ലെറ്ററിൽ നിന്നും നെക്സ്റ്റ് അർക്കത്തുള്ള ലെറ്ററിലോട്ട് വരിക ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മൾ കാലൂ പറയൂല. ഇവിടെ ഫുൾ സ്റ്റോപ്പ് ഇടുകയാണെങ്കിൽ കാലൂ പറയും. ഇവിടെ നമുക്ക് ഫുൾ സ്റ്റോപ്പ് ഇടണമെങ്കിൽ നമ്മൾ എങ്ങനെയാ ഫുൾ സ്റ്റോപ്പ് ഇടുക? കാലൂ കാലൂ പറഞ്ഞിട്ടാണ് ഫുൾ സ്റ്റോപ്പ് ഇടുക. 2 കൗണ്ട് നീട്ടി ഫുൾ സ്റ്റോപ്പ് ഇടുക. ഓക്കെ, ഫുൾ സ്റ്റോപ്പ് ഇടല്ല നമ്മൾ കൂട്ടി ഓതുകയാണെങ്കിൽ കാലു ലൂ പറയുള്ളൂ. ലൂ പറയൂല, ലൂ. കാലു ത്വഖദ കാലു ത്വഖദ കാലു ത്വഖദല്ലാഹു വലദ. ഓക്കെ, ഇവിടെ ഒന്നും തജ്വീദിന്റെ നിയമമല്ല, നിങ്ങളൊന്നുമില്ല. തഖദല്ലാഹു ദാല് കഴിഞ്ഞിട്ട് ലാമിലോട്ടാ വരും കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ വല്ലാഹു വല്ലാഹു വലദ വലദ എന്ന് പറഞ്ഞിട്ട് നേരത്തെ നമ്മൾ നിർത്തിയ മാതിരി ദാലിന് ഫത്ത ഒരു മദ് ദ വലദ. ഇവിടെ വേറെ നിയമങ്ങളൊന്നും ഇല്ലല്ലോ. ഞാനെന്തോ വിട്ടുകൊണ്ട് നിങ്ങൾ പറയണം കേട്ടോ. ഓക്കെ ടീച്ചർ, ഓക്കെ ഇൻഷാ അല്ലാ. ഞാൻ എന്തെങ്കിലും വിട്ടുപോകുന്നുണ്ടെങ്കിൽ ഇനി അടുത്തത്, ഇവിടെ ഈ മീമിന് ശ്രദ്ധ വരാൻ കാരണം അവിടെ നമ്മള് ദാലിനല്ലേ നിർത്തിയത്, ഇങ്ങനല്ലേ നിർത്തിയത് ദാ. ഇനി അതവിടെ നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു അയലോട്ട് കൂട്ടിയിട്ട് മിക്സ് ചെയ്ത് പാരായണം ചെയ്യാം. അപ്പൊ അങ്ങനെ നമ്മൾ മിക്സ് ചെയ്ത് പാരായണം ചെയ്യുന്ന സമയത്ത് ഈ മീമിന് ശബ്ദം ഉണ്ടാവും. ഇവിടെ തജ്വീദിന്റെ നിയമം ഉണ്ടാകും, കാരണം ഇതൊരു തൻവീനാണ്. തൻവീനു ശേഷം മീമ് വന്നാൽ ഇത് ആമാണ്, ഇത് ആം ബിയൊന്ന. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നില്ല, മിക്സ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഊട്ടി ഓതുന്നില്ല. നമ്മളവിടെ ഒപ്പിട്ട് ഇവിടെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഈ മീമിന് എന്തില്ല, ശബ്ദമില്ല. അവിടെ മാ ഒരു മീമിനൊരു മദ് മാത്രമേ ഉള്ളൂ. മാലഹും മാലഹും ബി. ഇവിടെ സാക്കിനായ ഒരു മീമുണ്ട്. അപ്പൊ സാക്കിനായ മീമിനും നിയമങ്ങളുണ്ട്. സാക്കിനായ നൂനിന്റെ അത്ര തന്നെ ഇല്ല, പക്ഷെ ചില നിയമങ്ങൾ എന്തിനുണ്ട്, സാക്കിനായ മീമിനുണ്ട്. അപ്പൊ സാക്കിനായ മീമിന് ശേഷം വന്നിരിക്കുന്ന അക്ഷരം എന്താണ്? ബായാണ്. ബാ ഇതിന് പറയുന്നത് ഇഖ്ഫാ എന്നാണ്. ഇഖ്ഫാ ആണ്. ഇത് രണ്ടും കൂടി മണിച്ചിട്ടാണ് പ്രൊനൗൺസ് ചെയ്യുക. ഇഖ്ഫാഉ ശഫവി. വെറുതെ ഇഖ്ഫാ പറഞ്ഞാൽ എന്താണ്? നൂനിന്റെ ഇഖ്ഫായി പോവും. തൻവീനിന്റെയും നൂനിന്റെയും ഇഖ്ഫാനെ നമ്മൾ ഇഖ്ഫാ എന്ന് മാത്രമേ പറയൂ. അതുകൊണ്ട് തന്നെ മീമിന്റെ ഇതിൽ നിന്നും വേർതിരിച്ച് അറിയാൻ വേണ്ടിയിട്ട് മീമിന്റെ ഇതിനെ പ്രത്യേകം പറയും. മീമ് ചുണ്ടിന്റെ അക്ഷരമായതുകൊണ്ട് ഇതിനെ ഷഫവി എന്നറിയാം. അപ്പൊ ഇദ്ഗാമു ഷഫവി ആണ് ഇത്. മാലഹും ബിഹി മാലഹും ബി. ഓക്കെ, മാലഹും ബിഹി. പിന്നെ ഈ നിങ്ങൾ എല്ലാവരും ഖുർആൻ ഓപ്പൺ ചെയ്തേക്കണേ. എന്നോട് പറയാൻ വിട്ടു തരാൻ തുടക്കത്തില്. ഖുർആൻ ഓപ്പൺ ചെയ്താലേ ഉള്ളൂ നിങ്ങൾക്ക് ഇത് പാരായണം ചെയ്യുന്ന സമയത്ത് അറിയാവുന്നവർക്ക് പ്രശ്നമല്ല. അറിഞ്ഞൂടാത്തവരാണെങ്കിൽ ഖുർആൻ നിങ്ങൾ നോക്കിയിട്ട് മനസ്സിലാക്കി വെച്ചാല് പാരായണം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അത് മനസ്സിലേക്ക് വരും. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഖുർആൻ ഓപ്പൺ ചെയ്തിട്ട് കേൾക്കുക കേട്ടോ, ഇൻഷാ അല്ലാഹ്. ഓക്കെ, ഈ ബി ഹാ കഴിഞ്ഞിട്ടൊരു ചെറിയ, അത് അലിഫ് സഗീറയാണിത്. ഹാക്ക് ശേഷം ഉള്ള ഒരു ചെറിയൊരു അടയാളം കണ്ടില്ലേ, അതൊരു യായാണ്. യാ സഗീറയാണ്, ചെറിയ യാ ആണ്. എന്തിനാണെന്ന് വെച്ചാൽ അവിടെ ഒന്ന് നീട്ടാനുണ്ടാവും. 2 കൗണ്ട് നീട്ടിയിട്ടാണ്. ബിഹി ബിഹി നീട്ടിയിട്ടാണ് പിന്നെ മീമും പ്രൊനൗൺസ് ചെയ്യുക. ബിഹി ബിഹി മിൻ. സാക്കിനായ നൂനാണ്. മിൻ ഐനാണ് അത് കഴിഞ്ഞിട്ട്. അപ്പൊ തൊണ്ടയുടെ ലെറ്റർ ആയതുകൊണ്ട് മിൻ എന്ന് ക്ലിയർ ആയിട്ട് പറയും. നിങ്ങൾക്ക് ആ നിയമം മനസ്സിലാകുന്നില്ലെങ്കിൽ നൂനിന് എന്തുണ്ട്, സുക്കൂനിന്റെ ചിഹ്നം ഉണ്ടെങ്കിൽ പ്രൊനൗൺസ് ചെയ്യും. സുക്കൂനുള്ള ചിഹ്നം ഉള്ളതാണെങ്കിൽ അൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രൊനൗൺസ് ചെയ്യും. ഓക്കെ, സുക്കൂനിന്റെ ചിഹ്നമില്ലാത്തത് പ്രൊനൗൺസ് ചെയ്യാത്തത് കേസിലാണ്. അപ്പൊ 2 തരത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ, ഒന്നിങ്ങനെയും കാണും, ഒന്നിങ്ങനെയും കാണും. സുക്കൂനുള്ളതും സുക്കൂനില്ലാത്തത് കാണും. അപ്പൊ ഇതിന് പ്രൊനൗൺസ് ചെയ്യേണ്ടാത്തതാണ്, ഇത് പ്രൊനൗൺസ് ചെയ്യേണ്ടതാണ്. ഓക്കെ, അതാണ് മീൻ. മീൻ ഇത് ഇദ്ഹാറാണ്. മീൻ നൂനിന് ശേഷം ഐന് വന്നാൽ ഇദ്ഹാർ. മീൻ മീൻ മീൻ. ഇവിടെ തൻവീൻ ഉണ്ട്, വാവാണ്. അപ്പൊ തൻവീന് ശേഷം വാവ് വന്നാൽ ഇദ്ഗാമാണ്. ഇദ്ഗാം ബിഉന്ന മണിച്ചുകൊണ്ട് ലയിപ്പിക്കുക.
മിൻ ഇൽമിൻ വ ഇൽമിൻ വ ഓക്കെ. വാവിൽ വെച്ചിട്ടാണ് മണിക്കുക. ഇത് വാവിലിന്റെ ഇതിൽ വെച്ചിട്ടാണ് ഇതാം മിക്സ് ചെയ്തിട്ട് മണിക്കുക എന്നുള്ളതാണ്. മിക്സ് ചെയ്ത് കൂട്ടി യോജിപ്പിച്ച് മണിക്കുക. നൂനിന്റെ സൗണ്ടിനെ വാവിലോട്ട് മിക്സ് ചെയ്തിട്ട് മണിക്കുക. ഇൽമിൻ വല വലാലി ആബാഇഹിം ആബാഇഹിം ഓക്കെ. ലി ആ ഇവിടെ ലീ വേറെയാണ്. ലീ ഉണ്ട്. ലീ ഇത് 3 സാധനമാണിത്. ലീ ഒന്നാണ്, ആബാ ഈ വേറെയാണ്, ഇഹിം വേറെയാണ്. 3 കാര്യങ്ങൾ 3 സംഭവങ്ങൾ കൂട്ടിയിട്ടുള്ള ഒരു സംഭവമാണിത്. ലി ആബാ ലി ആബാ ഇ ലി ആബാ ഇ ഹിം. അപ്പൊ ലീ വന്നത് കൊണ്ടാണ് ആബാ ഇ വന്നത്. അത് പിന്നെ ഗ്രാമറിന്റെ റൂളാണ്. ലാമിന് ലാം കെസ്ര അല്ലെങ്കിൽ ഒരു ഇസ്മിന്റെ മുന്നേ ലാമിന് കെസ്ര വന്നു കഴിഞ്ഞാൽ ഇസ്മിന് എന്ത് ചെയ്യും? ജറ് ചെയ്യുന്ന പറയുക. സാധാരണഗതിയിൽ കെസ്രയാണ് ഉണ്ടാകുക. ഓക്കെ. ലി ഉള്ളത് കൊണ്ട് ആബാ ഇ ആബാ ഇ. പിന്നെ അതില് ഹിം, അത് ഹുമ്മാണ് ശരിക്കും. ഹും അത് ആബാ ഇയുടെ കൂടെയാണുണ്ട്. ആബാ ഇ ഹും എന്ന് പറയൂല. ആ ഒരു ഫ്ലോന്റെ അവിടെ ഒരു ഫ്ലോ ഉണ്ടാവില്ല. ആബാ ഇ ഹും അങ്ങനെ പറയൂല. ആബാ ഇ ആയതുകൊണ്ട് ഹിം ആബാ ഇ ഹിം. ഓക്കെ. പിന്നെ ഇതിനുള്ളിൽ ഒരു നിയമമുണ്ട്. ആബാ ബാന് ബായ്ക്ക് എന്തുണ്ട്? ഒരു മദ്ദുണ്ട്. മദ്ദിന് ശേഷം ഒരു ഹംസ തൊട്ട് അപ്പുറത്ത് തൊട്ട് ശേഷം ഒരു ഹംസ വന്നിട്ടുണ്ട് അല്ലേ? ഇങ്ങനെ കണ്ടില്ലേ? ഹംസയാണത്. അപ്പൊ അതും നമുക്ക് പാരായണം തെറ്റിപ്പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. മദ്ദിന്റെ ഒരു പ്രധാന കാര്യമാണ്. മദ്ദിന് ശേഷം ഹംസ വന്നാൽ 4 കൗണ്ട് നീട്ടിയിട്ട് പ്രൊനൗൺസ് ചെയ്യാം. മദ്ദിന് ശേഷം ഹംസ വന്നാൽ 4 കൗണ്ട് നീട്ടിയിട്ടാണ് പ്രൊനൗൺസ് ചെയ്യേണ്ടത്. അത് ചിലത് നിർബന്ധം ഉണ്ടാവും, ചിലത് ഓപ്ഷണൽ ആയിരിക്കും. ഇവിടെ നിർബന്ധമാണ്. ഇത് ഒന്നിനുള്ളിലാണ്. അബ ഹീം ഈ ഒരു വാക്കിന്റെ ഉള്ളിലായതുകൊണ്ട് മദ്ദും ഹംസയും ഒരു വാക്കിന്റെ ഉള്ളിലാണെങ്കിൽ അതിന്റെ പേര് അൽ മദ്ദുൽ മുത്തസിൽ എന്നാണ്. പേര് അറിയുന്നവർ പഠിച്ചാൽ മതി, പറ്റുന്നവർ പഠിച്ചാൽ മതി. പേര് പഠിക്കണമെന്നില്ല. പാരായണം തെറ്റിപ്പോകുന്നതിന് വേണ്ടി എന്ത് ചെയ്യാത് 4 കൗണ്ട് നീട്ടിയിട്ട് പ്രൊനൗൺസ് ചെയ്താൽ മതി. ആബാഇഹിം ലി ആബാഇഹിം. ഓക്കെ. ബാനെന്ന് 4 നീട്ടിയിട്ട് പ്രൊനൗൺസ് ചെയ്യാം. ബാന്റെ മദ്ദിന് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുക. ബ ഇഹിം. അപ്പൊ ഇവിടെ ഒരു മുകളിലൊരു ഖുറാൻ നോക്കണേ. നിങ്ങളൊരു ജീബ് കാണുന്നുണ്ടാവും ഇവിടെ. ആ ഒരു ജീബ് കണ്ടു കഴിഞ്ഞാൽ അതിൽ ഫുൾ സ്റ്റോപ്പ് ഇടാൻ പറ്റും. ഫുൾ സ്റ്റോപ്പ് ഇട്ടാൽ പ്രശ്നമല്ല. ഫുൾ സ്റ്റോപ്പ് ഇട്ടാലും കൂട്ടി ഓതിയാലും ഈക്വലിയാണ്. അത് യാതൊരു പതിലും കൂടുതലില്ല. ഫുൾ സ്റ്റോപ്പ് ഇട്ടാലും കുഴപ്പമില്ല, ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ വേണേൽ നമുക്ക് എന്ത് ചെയ്യാം? ഫുൾ സ്റ്റോപ്പ് ഇടാം. ഇല്ലെങ്കിൽ നമുക്ക് കൂട്ടി ഓതുകയും ചെയ്യാം. ഓക്കെ. കബൂറത്ത് കലിമത്തൻ കലിമത്തൻ താ തൻവീനുണ്ട്. കഴിഞ്ഞിട്ട് തായാണ് വന്നത്. അപ്പൊ എന്ത് ചെയ്യാം? മിക്സ് ചെയ്യാം. ഇത് എഫാണ്. എവിടെയും തൊടിക്കാത്ത എഫാണ്. കലിമത്താഹ്റുജു മണിച്ചിട്ട് താ പറയാം. ഇവിടെ ഒരു താ പറയാ, എന്നിട്ട് മണിച്ചിട്ട് ഈ താ പറയാ. അങ്ങനെ കലിമത്താഹ്റുജു തഹ്റുജു മിൻ. ഇവിടെ നൂനിന് സുക്കൂനുണ്ട്. കഴിഞ്ഞിട്ട് വന്നത് ഹംസയാണ്. തൊണ്ടയുടെ അക്ഷരമാണ് നമ്മൾ കണ്ടാന്നല്ലോ. അപ്പൊ മിൻ, അതുകൊണ്ടാണ് ആ നൂനിന് സുക്കൂനിന്റെ ചിഹ്നം വന്നത്. മിൻ അഫ്വാഇഹിം അഫ്വാ. ഇവിടെ വാവിന്റെ മുകളിൽ ഒരു അലിഫ് സഗീറ ഉണ്ട്. അത് കാണുന്നുണ്ടാവും. വാവിന്റെ മുകളിൽ ചെറിയ കുഞ്ഞി അലിഫുണ്ട്. അലിഫ് സഗീറ. അലിഫ് സഗീറ അലിഫ് സഗീറയും കബീറയൊക്കെ സെയിം പിന്നെ ആപ്ലിക്കേഷനാണ്. സെയിം എന്താണ് ഉച്ചരിക്കുന്ന സമയത്ത് ഒരേപോലെയാണ് അതിന് രണ്ടും. ഓക്കെ. 2 കൗണ്ട് നീട്ടിയിട്ട് വാവിനെ 2 കൗണ്ട് നീട്ടുക. അഫ്വാഇഹിം അഫ്വാഇഹിം. തോനെ നീട്ടരുത്, 2 കൗണ്ട് നീട്ടുക. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ഫുൾ സ്റ്റോപ്പ് ഇടാം. ജീമുണ്ട്. ഫുൾ സ്റ്റോപ്പ് ഇടാൻ പറ്റിയ ഒരു അടയാളാണത്. അങ്ങനെയാണ് ഫുൾ സ്റ്റോപ്പ്. ഓക്കെ. ഇൻ ഇവിടെ ഒരു നൂനുണ്ട്. അതിനെന്ത് ചെയ്യില്ല? സുക്കൂനിന്റെ ചിഹ്നമല്ല.
അത് കഴിഞ്ഞിട്ടുള്ള യാ ആണ് സാക്കിനായ നൂനിനോ തൻവീനിനോ ശേഷം യാ വന്നു കഴിഞ്ഞാൽ ഇദ്ഗാമാണ്. ഇദ്ഗാം ബിഉന്ന. ഈയഖൂലൂന ഈയഖൂലൂന. ഓക്കെ, മണിക്കുക. ഇത് രണ്ടിനെയും മിക്സ് ചെയ്തിട്ട് മണിക്കുക. യാല് വെച്ചിട്ട് മണിക്കുക. ഈയഖൂലൂന ഇല്ലാ കദിബ. ഇല്ലാ കദിബ. ബാക്കാണ് ഫത്ത തൻവീനാണ്. അപ്പൊ നമ്മളൊന്ന് നീട്ടിയിട്ട് ഒരു ഫത്തയും ഒരു മദ്ദും വെച്ച് നീട്ടി നിർത്തുക. കദിബ ഇല്ല കദിബ. ഓക്കെ, അടുത്തത് ഫല അല്ലക. ഫല അല്ല, 3 സാധനം കേട്ടോ ഇത്. ഫ ല അല്ല ക, അങ്ങനെ 3 സാധനമാണിത്. ഫ ല അല്ല ക. പലതരം ഫ ഉണ്ട് ഇവിടെ. ഈ ഒരു ഇത് ഫ ഒരു ആയ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള രീതിയിലാണ്. ഫ ഒരു ഏതെങ്കിലും ഒരു കാര്യം മുന്നേ പറഞ്ഞിട്ട് എന്നിട്ട് അല്ല എന്നാൽ എന്നൊക്കെ അതിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ ഉണ്ടാവും. ഇതൊരു സ്റ്റാർട്ടിങ് ഫ ആണ്. ഫ ല അല്ല. ല അല്ല എന്ന് പറഞ്ഞാല് നമ്മൾ പല സ്ഥലത്തും ഖുർആനിൽ ല അല്ല കാണാം അല്ലേ. ല അല്ലക്ക തഷ്കുറൂൻ അല്ലേ, ല അല്ലക്ക താഖിലൂൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ കാണും. അപ്പൊ ഈ ല അല്ല എന്തിനാന്ന് വെച്ചാല് 2 കാര്യത്തിനാണ് ഈ ല അല്ല യൂസ് ചെയ്യാൻ. ഇത് ഗ്രാമറുമായിട്ട് റിലേറ്റഡ് ഉള്ള ഒരു കാര്യമാണ്. ല അല്ല ഒന്ന് പ്രതീക്ഷ, ശുഭപ്രതീക്ഷയ്ക്ക് ല അല്ല യൂസ് ചെയ്യാം. ഇപ്പൊ ഖുർആനില് മിക്കവാറും കുറെ സ്ഥലങ്ങളിലും എന്തെങ്ങനെയാണ് പ്രതീക്ഷയ്ക്കാണ് ല അല്ലയെ യൂസ് ചെയ്തത്. നിങ്ങൾ ല അല്ല കാണുമ്പോൾ നിങ്ങൾ ഇങ്ങനെ നോക്കണം, ശ്രദ്ധിക്കണം. നമ്മൾ ഈ പറയുന്ന കാര്യങ്ങള് ഖുർആനില് നമ്മൾ പാരായണം ചെയ്യുന്ന ഏത് സ്ഥലത്ത് വന്നാലും നമ്മളെ ശ്രദ്ധ ഒന്ന് അതിലേക്ക് വരണം കേട്ടോ. എന്നല്ലേ നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ല അല്ല. ഓക്കെ, ല അല്ല. അപ്പൊ ഇവിടെ ഈ ല അല്ല യൂസ് ചെയ്യുന്നത് ഒരു രണ്ടിന് പറഞ്ഞല്ലോ. 2, ഒന്ന് ശുഭപ്രതീക്ഷയാണ്, ഒന്ന് ഭയപ്പെടുത്തുന്നു. ഭയത്തിന്റെ ഭയം ഉണ്ടായേക്കാം എന്നുള്ള രീതിയിൽ. ആയേക്കാം എന്നാണ് ഇതിന്റെ മീനിങ്, ആയേക്കാം. ഓക്കെ, അപ്പൊ ഇത് ഭയത്തിന്റെ അല്ലയാണ്. പല അല്ലക്ക. പല അല്ല നമ്മള് തഫ്സീർ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഓക്കെ, കാ എന്ന് പറഞ്ഞാല് അൻത, നീ എന്നതാണ്. ല അല്ല പ്ലസ് അൻതയാണ് ല അല്ലക്ക. ഓക്കെ, അപ്പൊ ആ 3 സംഭവമാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. പാ വേറെയാണ്, ല അല്ല വേറെയാണ്, കാ വേറെയാണ്. ല അല്ല ക. ഓക്കെ, ല അല്ല പ്ലസ് അൻത, അതാണ് ല അല്ലക്ക. ഓക്കെ, ബാഖി ഉൻ. ബാഖി അയിനിന് സുക്കൂനാണ്. അയിൻ സുക്കൂൻ കഴിഞ്ഞിട്ട് നൂനാണ് വന്നത് അല്ലെ. തൻവീന് സുക്കൂനല്ല തൻവീൻ. തൻവീനിന് ശേഷം നൂന് വന്നു കഴിഞ്ഞാൽ ഇദ്ഗാമാണ്. ഇദ്ഗാം ബിഉന്ന. ഇദ്ഗാം ബിഉന്ന. നൂനിൽ വെച്ചിട്ട് മണിക്കുക. ബാഖിഉൻ നഫ്സക. ബാഖിഉൻ നഫ്സക. നഫ്, ഫാക്ക് നന്നായിട്ട് കാറ്റ് വരുന്ന അക്ഷരാണ് നഫ്. നഫ് ഈ ബറജില് ഇന്ന് പെട്ടെന്ന് അങ്ങ് പോകാത്ത ഒരു അക്ഷരാണ്. ഒരു സൗണ്ട് അതിൽ കുറച്ച് നിൽക്കുന്ന ഒരു ലെറ്ററാണ് ഫ. നഫ് നഫ്സക. നഫ്സക അല. അല. ഇത് അലയുടെ ശേഷം ഒരു അലിഫ് സഗീറുണ്ട്. അതുകൊണ്ട് മദ്ദാണത്. അലിഫ് മദ്ദാണ്, അലിഫ് സഗീറയാണ്. മദ്ദിന് ശേഷം ഹംസ വന്നത് കൊണ്ടാണ് എന്ത് വന്നത്, അവിടെ ഒരു അസാധാരണ ചിഹ്നത്തിന്റെ സൗണ്ട് ചിഹ്നം വന്നത്. സാധാരണ മദ്ദിന്റെ ചിഹ്നം വന്നത് ഹംസ ഉള്ളത് കൊണ്ടാണ്. അങ്ങനെ 4 കൗണ്ട് നീട്ടിയിട്ട് പ്രൊനൗൺസ് ചെയ്യുക. 4 കൗണ്ട് നീട്ടിയിട്ട് 2 വാക്കിലാണ്. അപ്പൊ ഇതിനെ പേര് പറയുന്നത് അൽ മദ്ദുൽ മുൻഫസിൽ. അൽ മദ്ദുൽ മുൻഫസിലാണ്. 4 കൗണ്ട് നീട്ടിയിട്ട് അതിനെ പ്രൊനൗൺസ് ചെയ്യുക. അലാ ആസാരിഹിം. അലാ ആസാരിഹിം. സാ സാ സീനായി പോരുത്. സാ നാവിന്റെ തുമ്പ് മുൻപല്ലിന്റെ തമ്പത്ത് വെക്കുക. എന്നിട്ട് ലൈറ്റ് ആയിട്ട് തൊടുക. സാ 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 സീനിലോട്ട് പോയി പോരുത്. സാ സാ ആസാരിഹിം. ആസാരിഹിം. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഈ കഴിഞ്ഞിട്ട് ഹംസ കെസ്ര കഴിഞ്ഞിട്ട് ഒരു നൂൻ സുക്കൂൻ ഉണ്ട്. നൂൻ സുക്കൂൻ കഴിഞ്ഞിട്ട് വന്നത് ലാമാണ്. ഇതാമാണ്. ഇതാം
ബില ഒന്ന മണിക്കാണ്ട് ലയിപ്പിക്കുക. ഇല്ല, ഈ ഹംസ കെസറ കഴിഞ്ഞിട്ട് ലാമിലോട്ട് വരൂ. നൂന് അവിടെ ഉള്ളതായിട്ട് കണക്കാക്കൂല. ഇല്ലം 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 യു മീനു. യു ഹംസക്ക് സുക്കൂനാണ്. യു കട്ട് ചെയ്യാ, കട്ട് ചെയ്തിട്ട് പ്രൊനൗൺസ് ചെയ്യുക. യു മീനു യു മീനു. നേരത്തെ നമ്മൾ കണ്ട സാധനം ഇത് അവിടെ കിടക്കുന്നു. സിഫ്ർ സിഫ്ർ മുസ്തദീർ. വാവിനെ മദ്ദിയാണ് എന്നുള്ളത്, അല്ലെങ്കിൽ വാവിനെ ജമ്മിന്റെ വാവാണെന്നുള്ളത് കാണിക്കാൻ വേണ്ടി, ലെറ്റർ അല്ല എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇല്ലം യു മീനു ബിഹാദൽ ഹദീസി. ബിഹാദ, ഈ ഹാദന്റെ കഴിഞ്ഞിട്ട് അവിടെ ഒരു മദ്ദുണ്ട്, ഒരു അലിഫ് മദ്ദുണ്ട്. അതിനെ പ്രൊനൗൺസ് ചെയ്യൂല. ഹംസത്തുൽ വസിലിനെ പ്രൊനൗൺസ് ചെയ്യൂല. കഴിഞ്ഞിട്ടുള്ള ലാമിനെയും പ്രൊനൗൺസ് ചെയ്യൂല. ഈ ഹംസത്തുൽ വസിൽ അതിൻ്റെ ഉള്ളിലുള്ളതിനോണ്ടാണ് അപ്പുറത്തിപ്പുറത്തുള്ള ലാമിനെ പ്രൊനൗൺസ് ചെയ്യും കേട്ടോ. ലാമിനെ അവിടെ ലാമിന് പിന്നെ എന്തുള്ളത് കൊണ്ട്, സുക്കൂനിന്റെ ചിഹ്നം ഉള്ളതിനോണ്ട് പ്രൊനൗൺസ് ചെയ്യും. രണ്ടു തരം ലാം നമ്മൾ ചിലരൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അശംസിയ അൽ ഖമരിയ എന്ന് പറഞ്ഞ രണ്ടു തരം ലാമുണ്ട്. ഇങ്ങനെ ചില വാക്കിന്റെ മുന്നിൽ ഇങ്ങനെ ഉണ്ടാവും, ചിലതിന്റെ മുന്നിൽ ഇങ്ങനെ ഉണ്ടാവും. ഇത് ഖമരിയ, ഖമറിന്റെ ചിഹ്നം ഉള്ളത് ഖമരിയ. ഇത് ഷംസിയ. ഇതിനെ പ്രൊനൗൺസ് ചെയ്യൂല, ഇതിനെ പ്രൊനൗൺസ് ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മൾക്ക് അതൊന്നും പഠിച്ചിട്ടില്ലെങ്കിലും 14 എണ്ണം അറബിയില് 28 ലെറ്റേഴ്സില് 14 ഷംസിയയും 14 ഖമരിയയാണ്. അതൊന്നും നമുക്ക് അറിഞ്ഞൂടെങ്കിലും നമുക്കിവിടെ പാരായണം തെറ്റിപ്പോകാൻ സാധ്യതയില്ല. കാരണം ഇവിടെ ചിഹ്നം ഉണ്ടാവും. പ്രൊനൗൺസ് ചെയ്യേണ്ടതിന് ലാമിന് ചിഹ്നം ഉണ്ടാവും, സുക്കൂനിന്റെ ചിഹ്നം ഉണ്ടാവും. ഇപ്പൊ ബിഹാദൽ, ബിഹാദൽ ഇവിടെ ഈ മദ്ദിനെയും പ്രൊനൗൺസ് ചെയ്യൂല, വസിലിനെയും പ്രൊനൗൺസ് ചെയ്യൂല. ബിഹാദൽ ഹദീസി അസഫ. അസഫ ഫ ഫത്ത തെൻവീനായതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ഒരു ഫത്തയും ഒരു മദ്ദും വെച്ചിട്ട് അതിനെ പ്രൊനൗൺസ് ചെയ്യാം. അസഫ. അപ്പൊ 6 ആയാണ്, 3 ആയ കഴിഞ്ഞ 5 ആയാണ് ഇപ്പൊ നമ്മൾ നോക്കിയത് അല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരായാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ബാക്കിയുള്ള കഴിഞ്ഞ ആഴ്ചത്തെ 2 ആയും ഈ ആഴ്ചത്തേക്കുള്ള 3 ആയ, അങ്ങനെ 6 ആണ്. 5 ആണ് നമ്മള്. ഓക്കെ, ടോട്ടൽ 6. ഓക്കെ ടീച്ചറെ, കേൾക്കുന്നുണ്ട് ടീച്ചർ, കേൾക്കുന്നുണ്ട്. ഓക്കെ അല്ലേ, ഓക്കെ അല്ലേ. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ മീനിങ്ങിലോട്ട് പോകാം. നമ്മള് ഫസ്റ്റ് ആയ നമ്മളെന്താ പറഞ്ഞത്? ഫസ്റ്റ് ആയാല് അള്ളാഹു താലയെ എന്ത് ചെയ്തു? പ്രശംസിച്ചു അല്ലെ, ഹംദ് പറഞ്ഞു. എന്തിനാ ഹംദ് പറഞ്ഞത്? വിശുദ്ധ ഖുർആൻ അല്ലെ, അബ്ദിന്റെ അല്ലെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ വിശുദ്ധ ഖുർആൻ ഇറക്കിയതിനും, രണ്ടാമത്തെ കാര്യം ഈ വിശുദ്ധ ഖുർആനിനെ ഇവജയല്ലാത്ത, വളവില്ലാത്ത, വക്രതയില്ലാതെ ഇറക്കിയതിനും ആണ് എന്ത് പറഞ്ഞത്? അൽഹംദു പറഞ്ഞത്. ആ കാര്യമൊക്കെ നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ് പഠിച്ചതാണ്. ഇനി അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഇത് പറഞ്ഞത്. ഖയ്യിമൻ. ഖയ്യിമൻ എന്ന് പറഞ്ഞാല് നേരെ ഉള്ളത്, വളവില്ലാത്തത്. ഇങ്ങനെയുള്ളതിനാണ് എന്ത് ഇവജ് പറയുന്നത്. ഇവജ് ഇതാണ് വളവുള്ളത്. അപ്പൊ നേരത്തെ പറഞ്ഞു ഇവജ് ഇല്ല എന്നാണ് പറഞ്ഞത്. ലം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ മുന്നേ ഒക്കെ നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ് പഠിച്ചതാണ്. സെയിം കാര്യമാണ് ഇവിടെ ഡയറക്റ്റ് പറഞ്ഞു. ഇവിടെ നെഗറ്റീവ് ആയിട്ട് പറഞ്ഞു, ഇവിടെ ഡയറക്റ്റ് പറഞ്ഞു. ഖയ്യിമൻ, ചൊവ്വായ രീതിയിൽ അല്ലെങ്കിൽ നേരായ രീതിയിൽ. കാമ എന്ന് പറഞ്ഞാൽ നിൽക്കുക എന്നർത്ഥം. കാമയിൽ നിന്ന് വന്നാണ് ഖയ്യിമൻ, നേരായ രീതിയിൽ അല്ലെങ്കിൽ ചൊവ്വായ രീതിയിൽ. ഖുറാനാണ് കേട്ടോ, ഖുറാനെ ഇറക്കിയതാണ് ഖയ്യിമനായിട്ട്. ഖയ്യിമൻ എന്റെ കാര്യവും പറഞ്ഞു. എന്തിനാണ്? ലിയുൻദിറ ബഅ്സൻ ശദീദൻ, താക്കീത് നൽകാൻ വേണ്ടി. എന്താണ് ആ താക്കീത്? കഠിനമായ അല്ലെ ശിക്ഷ. ബഅ്സ് എന്ന് പറഞ്ഞാൽ ശിക്ഷയാണ്. എങ്ങനെയുള്ള ശിക്ഷയാണ്? കഠിനമായ ശിക്ഷ. കഠിനമായ ശിക്ഷയെ കുറിച്ച് താക്കീത് നൽകുവാനും. മില്ലദുൻഹു എന്ന് പറഞ്ഞാൽ ലദു എന്ന് പറഞ്ഞാൽ കയ്യാണ്. അപ്പൊ അള്ളാഹു താലാന്റെ അടുത്തുള്ള മില്ലദുൻ, ഇവിടെ ഹു പറഞ്ഞില്ലേ, അത് അള്ളാഹു താല. മിൻ ഇൽ നിന്ന് ലദുൻ, ആരുടെ ലത്? ഹു എന്ന് പറഞ്ഞാൽ അവന്റെ, അള്ളാഹു താല.
മിലദുൻഹു മില്ലദുൻഹു അള്ളാഹു താലയുടെ പക്കൽ നിന്നുള്ള കഠിനമായ ശിക്ഷയെപ്പറ്റി താക്കീത് നൽകുവാനും, പിന്നെ അതാണ് ഈ വാവ് പിന്നെ എന്താണ് വ യുബശ്ശിറ സന്തോഷ വാർത്ത അറിയിക്കാനും ആർക്ക് അൽ മുഅ്മിനീന മുഅ്മിനീങ്ങൾക്ക് അല്ലദീന എങ്ങനെയുള്ള മുഅ്മിനീങ്ങളായിരിക്കണം യഅമലൂന സ്വാലിഹാത്ത് സൽക്രമങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന മുഅ്മിനീങ്ങൾക്ക് എന്താണ് സന്തോഷ വാർത്ത അന്നലഹും അജ്റൻ ഹസന അന്നലഹും അജ്റൻ ഹസന. അപ്പൊ അവിടെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഒന്ന് ഇവിടെ ആർക്കാണെന്ന് പറഞ്ഞിട്ടില്ല അല്ലെ, ഈ ഒരു കേസില് ഇത് ആർക്കാണെന്ന് പറഞ്ഞിട്ടില്ല, ഇവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലെ, ആർക്കാണെന്ന് പറഞ്ഞിട്ടുണ്ട്, ആളെ പറഞ്ഞിട്ടുണ്ട്, ആർക്കാണ് അല്ലേ യമലൂന അസ്വാലിഹാത്ത്. അപ്പൊ ഇവിടെ ഇതല്ലാത്ത എല്ലാവർക്കും ഇത് മുകളിലുള്ളത് താക്കീത് ആർക്കാണ് ഈ ഒരു ഗ്രൂപ്പിനല്ലാത്ത ഇവിടെ ഇവർക്കല്ലാത്ത ബാക്കിയുള്ളവർക്കെല്ലാമാണ് എന്ത് താക്കീത് ഉള്ളത്. അപ്പൊ അവിടെ പ്രത്യേകമായിട്ട് ആരെയും എടുത്തു പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇത് അല്ലാത്ത എല്ലാവർക്കും ആണ് എന്ത് താക്കീത്. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ ആദ്യം സന്തോഷ വാർത്ത പറഞ്ഞിട്ടില്ല അല്ലെ, ആദ്യം എന്താ പറഞ്ഞത് ലിയുൻദിറ താക്കീതിനെ പറ്റിയാണ് ആദ്യം പറഞ്ഞത്. അതിന്റെ ഒരു കാര്യം എന്താ വെച്ചാല് ഈ സന്തോഷ വാർത്തയെ പറ്റി നമ്മൾ അത്ര ബോധവടല്ലെങ്കിലും നമ്മളത്ര ഇത് കൊടുത്തിട്ടില്ലെങ്കിലും ഈ കാര്യത്തില് അല്ലെ ഈ താക്കീതിന്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധ കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ എന്താവും, നമ്മൾ നഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് താക്കീത് നൽകുക എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ടത്. അപ്പൊ എന്ന് പറഞ്ഞാല് ഖുർആൻ ഇറങ്ങിയത് ഖുറൈശികൾക്കാണ്. അപ്പൊ ഖുറൈശികള് താക്കീത് നൽകപ്പെടേണ്ടതായ പ്രവൃത്തികളില് ശിർക്കിലും അതേപോലെ തന്നെ അല്ലെ പിന്നെ വിദേഹത്തില് അങ്ങനെ ഓരോ കാര്യത്തില് പെട്ട് നിൽക്കുകയാണ്. അപ്പൊ ഈ പെട്ട് നിൽക്കുന്ന ആൾക്കാരെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തണം. എന്നിട്ട് എന്ത് കൊടുത്തിട്ട് കാര്യമുള്ളൂ, മുഅ്മിനും അമലു സാലിഹും ഒക്കെ അത് കഴിഞ്ഞിട്ടേ അവർ ചെയ്യുള്ളൂ. ഓക്കെ, അപ്പൊ ആദ്യം എന്താണ് നദീർ, ആദ്യം നദീറാണ് അല്ലെങ്കിൽ താക്കീത് നൽകലാണ് ആദ്യത്തെ ഡ്യൂട്ടി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഡ്യൂട്ടി അല്ലെങ്കിൽ ഖുർആൻ ഇറങ്ങിയത് എന്തിനാണ്, ലിയുൻദിറ ബഅസൻ ശദീദൻ. ഓക്കെ, പിന്നെ എന്താണ് വയുബശ്ശിറ അൽ മുഅ്മിനീന. അപ്പൊ നമ്മള് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യമാണ് അൽ മുഅ്മിനീന. മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാണ്, മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ വിശ്വാസികളാണ് അല്ലെ. അപ്പൊ വിശ്വാസികൾ എന്ന് പറയുമ്പോ എങ്ങനെയാണ് എന്താണ് വിശ്വസിക്കേണ്ടത്, ആദ്യം നമ്മൾ അള്ളാഹുവിൽ വിശ്വസിക്കണം, അള്ളാഹുവിൽ വിശ്വസിക്കണം, സ്വർഗവും നരകവും ഉണ്ട് എന്നുള്ളത് വിശ്വസിക്കണം അല്ലെ, മലക്കുകളിൽ വിശ്വസിക്കണം. അങ്ങനെ ദീന് പറയുന്ന ഖുർആൻ പറയുന്ന എല്ലാ കാര്യത്തിലും നമുക്ക് കാണാൻ പറ്റൂല, കണ്ടു കഴിഞ്ഞാല് വിശ്വാസം എന്ന് പറയൂല അല്ലെ, കണ്ടു കഴിഞ്ഞത് നമ്മളെ അനുഭവമായിരിക്കും, കാണുന്നതിന്റെ മുന്നേ ആണ് എന്ത് പറയാ വിശ്വാസം. നമ്മളത് വിശ്വസിക്കണം, നമ്മളിപ്പോ കാണൂല, നമ്മൾ പിന്നീട് കാണുന്നുള്ളൊരു വിശ്വാസം നമുക്ക് ഉണ്ടാകണം. അപ്പൊ ഇങ്ങനെ അള്ളാഹു തആലയില് നമ്മള് ഇങ്ങനെ വിശ്വസിക്കണമെങ്കിൽ അല്ലെ നമുക്ക് അറിയണം അല്ലെ, അറിഞ്ഞാലേ നമുക്ക് വിശ്വാസം കറക്റ്റ് ആവും, കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പൊ നമ്മള് അള്ളാഹു തആലയെ നമുക്ക് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മള് വിശുദ്ധ ഖുർആന് അർത്ഥം പറഞ്ഞു പഠിക്കണം. പിന്നെ അതേപോലെ തന്നെ അള്ളാഹുവിന്റെ നാമങ്ങള് അല്ലെ, അള്ളാഹുവിന്റെ നാമങ്ങള് പല ക്ലാസ്സുകൾ ഇപ്പൊ നമ്മളെ ഗ്രൂപ്പിൽ തന്നെ ആയിഷ മൗലിമൊക്കെ നടത്തുന്നുണ്ട് ക്ലാസ്, അല്ലെങ്കിൽ പല ക്ലാസ്സുകളുണ്ട്. ഓക്കെ, അപ്പൊ ഈ ക്ലാസ്സുകളിൽ നിന്നും എന്ത് മനസ്സിലാക്കണം, നമ്മൾ അള്ളാഹു തആലയെ മനസ്സിലാക്കണം. അള്ളാഹു തആല ആരാണെന്ന് മനസ്സിലായാലേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, വിശ്വാസം കറക്റ്റ് ആവുള്ളൂ, ഉറക്കുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഉണ്ടോ ഇല്ലേ എന്നുള്ള ഒരു ഡൗട്ടിൽ ഇങ്ങനെ നിൽക്കുക, ഡൗട്ടിലുള്ളതൊന്നും സ്വീകരിക്കുകയില്ല, ഡൗട്ടിലുള്ളത് സ്വീകരിക്കുക. ഒന്നാമത്തേത് നമ്മൾ അറിയാൻ ശ്രമിക്കുന്ന സമയത്ത് അതിനുള്ള വഴി അള്ളാഹു തആല നമുക്ക് ഒരുക്കി തരും, ഉറപ്പാണ്. ആരെങ്കിലും നമ്മള് ഒരടി മുന്നോട്ട് വെച്ചാൽ അള്ളാഹു 10 അടി നമ്മളിലോട്ട് വെക്കും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക, പഠിക്കുക, ശ്രമിക്കുക, ഒക്കെ ദുആ ചെയ്യുകയും ചെയ്യുക. എന്നിട്ട് നമ്മൾ മുഅ്മിനാകുക. മുഅ്മിനായതിന് ശേഷമുള്ള കർമ്മങ്ങൾക്കാണ് എന്ത് പറയുന്നത്, സൽക്കർമ്മങ്ങൾ എന്ന് പറയുന്നത്. മുഅ്മിനീങ്ങളുടെ കർമ്മങ്ങൾക്കേ എന്ത് പറയുള്ളൂ, സൽക്കർമ്മം എന്ന് പറയുള്ളൂ. അല്ലാതെ നമ്മൾ അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം പ്രതീക്ഷിക്കാത്ത നല്ല കാര്യം, നമ്മളെ നോക്കിയാല് സോഷ്യൽ വർക്കൊക്കെ നല്ല കാര്യങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ,
പെയിൻ ആൻഡ് പാലിയേറ്റീവിലെ വർക്ക്, അല്ലാത്ത വർക്ക്, അല്ലെ, അന്നദാനം എന്നൊക്കെ പറഞ്ഞ വർക്കുകൾ ഒരുപാടുണ്ട്. അപ്പൊ നമ്മൾ നോക്കുന്ന സമയത്ത് അതൊരു നല്ല കർമ്മമായിരിക്കും. പക്ഷെ അതിന് നമുക്ക് അള്ളാഹു താല പ്രതിഫലം തരണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ വിശ്വസിച്ച് അള്ളാഹുവിൽ വിശ്വസിക്കുകയും ചെയ്യണം. അതിന് പ്രതിഫലം കിട്ടണം നമ്മൾ മനസ്സിൽ ആഗ്രഹിക്കുകയും ചെയ്യണം. നമ്മളിപ്പോ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നത് ഭൂമിയിലെ പ്രശസ്തിക്കാണെങ്കിൽ അത് നമുക്ക് ഇവിടുന്ന് കിട്ടും, കിട്ടുക തന്നെ ചെയ്യും. നല്ല കാര്യങ്ങൾ ചെയ്താല് നമ്മൾ ആൾക്കാർ പുകഴ്ത്തും. അപ്പൊ അത് ഇവിടെ തീർന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞ് നമ്മൾ എന്താണോ ഏത് ആഗ്രഹിച്ചാണോ നമ്മളൊരു പ്രവൃത്തി ചെയ്യുന്നത് അത് നമുക്ക് കിട്ടും. നമ്മൾ ഇവിടുത്തെ ഒരു പ്രശസ്തിയോ അല്ലെങ്കിൽ ആൾക്കാർ പുകഴ്ത്തുന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള ഭൂമിയിലുള്ള ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയാണോ നമ്മളത് ചെയ്തതെങ്കിൽ അത് നമുക്ക് ഇവിടെ കിട്ടിപ്പോവും. പിന്നെ നമുക്ക് എന്ത് ചെയ്യില്ല, അങ്ങ് ചെന്നാല് അവിടുന്ന് കിട്ടൂല കേട്ടോ. അപ്പൊ അതാണ് അതിന്റെ കാര്യം. പിന്നെ ഈ അമല സ്വാലിഹാത്തിന് വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാല് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്ന രീതിയിലുള്ളതേ സ്വീകരിക്കുള്ളൂ. അല്ലാഹു തആല സ്വീകരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റി ചെയ്യണം. നമ്മളെ ദൃഷ്ടി കൊണ്ടോ നമ്മളെ ബുദ്ധി കൊണ്ടോ നോക്കിയിട്ട് നല്ല കാര്യമാണെന്ന് നമുക്ക് തോന്നുന്നത് ഒന്നും നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല. അത് നല്ലതാ നമ്മൾ ഊഹിക്കരുത്. ഊഹിക്കാൻ നമുക്ക് അപകടത്തിൽപ്പെട്ടു. നമ്മൾ എന്ത് ചെയ്യുക? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതാണോ എന്ന് നമ്മൾ അറിയാൻ ശ്രമിക്കുക. അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ദുആ ചെയ്യുന്ന സമയത്ത് നമുക്ക് അറിവ് നമ്മളിലേക്ക് എത്തും. നമുക്ക് അറിയാനുള്ള മാർഗം കിട്ടിക്കൊണ്ടേയിരിക്കും. ഓക്കെ. അപ്പൊ ഇതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപകടം എന്താന്ന് വെച്ചാല് ഷിർക്കാണ്. ഷിർക്ക് എന്ന് പറഞ്ഞാല് ബാക്കിയുള്ളവർ തെറ്റിപ്പോ നമ്മളൊരു വ്യഭിചരിച്ച് അല്ലെങ്കിൽ മദ്യം കഴിച്ച് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആരെങ്കിലും കൊലപ്പെടുത്തി, നമുക്ക് അറിയാം തെറ്റാണെന്ന് നമുക്ക് മനസ്സിലാവും. നമ്മൾ അറിയുന്നുണ്ട് തെറ്റാണെന്ന്. പക്ഷെ ഷിർക്കിന്റെ കാര്യം എന്താണ്? ചെയ്യുന്നവന് ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഷിർക്കാണെന്നുള്ളത് ചെയ്യുന്ന ആൾക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല. അപ്പൊ അങ്ങനെ ഒരു ഭയങ്കര അപകടം അതിൽ പതിയിരിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക? പരമാവധി ഷിർക്ക് വരുന്നത് സുന്നത്തായ കർമ്മത്തിലാണ് സാധാരണ ഷിർക്ക് കയറി കൂടുക. ഫർളിലൊന്നും അങ്ങനെ ഷിർക്ക് വരാറില്ല. ഓക്കെ. അപ്പൊ സുന്നത്ത് കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക? ആൾക്കാർ പലതും ചെയ്യും, കൂടുതൽ ആൾക്കാരും ചെയ്യും. അതൊന്നും നമ്മൾ നോക്കണ്ട. നമ്മളാ തീയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക? രക്ഷപ്പെടുത്തുക. നമ്മൾ രക്ഷപ്പെടുത്തുക. നമുക്ക് നമ്മളെ പറ്റുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യുക? നമ്മളിത് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുക. അപ്പൊ ഷിർക്ക്, അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യാത്ത കാര്യങ്ങള്, ബിദഅത്ത്, പുതിയതായിട്ട് കൊണ്ടുവരുന്ന കാര്യങ്ങള്, അതിനാണ് ബിദഅത്ത് എന്ന് പറയുന്നത്. ഈ കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ രക്ഷപ്പെടുക. പരമാവധി ആൾക്കാരെ നമ്മൾ രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഓക്കെ. നമ്മൾ ദുആ ചെയ്യുക. നമുക്കറിയില്ല ഏതാണ് ഷിർക്ക് ഏതാണ് ബിദഅത്ത് എന്നൊന്നും. നമുക്ക് ഒരുപാട് ഡെപ്ത് നോളജ് ഉണ്ടെങ്കിൽ നമുക്കതൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമുക്കത് അറിയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഒന്ന് കിട്ടുന്നിടത്തുനിന്നൊക്കെ അറിവ് ശേഖരിക്കുക. ഇനി അത് അറിവ് നല്ലതാണോ ചീത്തയാണോ എന്നൊന്നും നമുക്ക് ശരിയോ തെറ്റോ ഒന്നും അറിയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ദുആ ചെയ്യുക. ഡൗട്ട് ഉള്ളതൊന്നും ചെയ്യാണ്ടിരിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു സുന്നത്ത് ചെയ്യാത്തത് കൊണ്ട് അള്ളാഹു നമ്മളെ നരകത്തിലോട്ട് കൊണ്ടുപോകില്ല, ഉറപ്പാണ്. നമ്മൾ ഫർള് ആണ്, നമുക്ക് നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഫർളാണ്. നമ്മൾ ഫർള് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡ്യൂട്ടി കഴിഞ്ഞ്. പിന്നെ നമ്മൾ സുന്നത്ത് ചെയ്യുന്നത് ഫർളിൽ എന്തെങ്കിലും അപാകതകൾ പറ്റിക്കഴിഞ്ഞാൽ അതിനൊന്ന് പരിഹരിക്കാൻ വേണ്ടിയും, അപ്പൊ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങള് അത് പെർഫെക്റ്റ് അല്ലെങ്കിൽ അതിനൊക്കെ ഒരു സൊല്യൂഷൻ ആയിട്ടാണ് നമ്മൾ സുന്നത്ത് കർമ്മങ്ങൾ ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഒന്നും കൂടി നമുക്ക് എന്നെ ഇഷ്ടപ്പെട്ട് ചെയ്യാൻ, അള്ളാഹുവിനെ കൂടുതൽ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ സുന്നത്തായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ഈ ബിദഅത്ത് ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു നമ്മളോട് ഇഷ്ടപ്പെടല്ല ചെയ്യാൻ, നമ്മളോട് കോപിക്കാനും സാധ്യത ഉണ്ട്. അപ്പൊ അതുകൊണ്ട് കോപിക്കാൻ സാധ്യതയല്ല, കോപിക്കുക തന്നെ ചെയ്യും. ഷിർക്ക് എന്ന് പറയുന്നത് അള്ളാഹു ഒരിക്കലും പുറത്തു തരാത്തൊരു കാര്യമാണ്. പുറത്തു തരും എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കത് മനസ്സിലാക്കിയിട്ട് നമ്മളതിന് പാപമോചനം ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് പുറത്തു കിട്ടും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? എല്ലാ സമയത്തും നമ്മളിങ്ങനെ ജാഗരൂകരായിരിക്കുക, സൂക്ഷിച്ചുകൊണ്ടിരിക്കുക. അതിനാണല്ലോ തഖ്വ എന്ന് പറയുന്നത്. നമ്മൾ സൂക്ഷിക്കുക. എന്നിട്ട് പരമാവധി ഇത്തരം കാര്യങ്ങളിൽ നിന്ന് ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യാൻ നിൽക്കണ്ട. അത് തന്നെ പ്രധാനപ്പെട്ട കാര്യം. ഡൗട്ട് ഉണ്ടോ അതിൽ നമ്മൾ വിട്ടിക്കുക. എന്നാൽ നമുക്ക് രക്ഷപ്പെടാൻ സുഖമാണ്. ഒരുപാട് കർമ്മങ്ങൾ ചെയ്തിട്ടില്ലെങ്കിലും കുറച്ച് കർമ്മമായാലും ഒക്കെ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുകയും ചെയ്യുക. നിയ്യത്ത് കറക്റ്റാകുക, വിശ്വാസം കറക്റ്റാകുക, നിയ്യത്ത് കറക്റ്റാകുക. നിയ്യത്ത് അള്ളാഹുവിന് വേണ്ടി, അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താനാണ് എന്നുള്ള ഒരു നിയ്യത്ത് കറക്റ്റാകുക. എന്നിട്ട് നമ്മൾ കുറച്ച് ചെയ്താൽ മതി, എന്നാലും നമ്മൾ രക്ഷപ്പെടും. അത് അള്ളാഹു താല സൂറ ഇവിടെ അന്നാമില്
160 ആയത്തിൽ പറയുന്നുണ്ട്, നമ്മൾ ഒരു നന്മയും കൊണ്ടുവന്നാൽ മിനിമം 10 നന്മ അള്ളാഹു രേഖപ്പെടുത്തും. നമ്മൾ ഒരു നന്മ കൊണ്ടുവന്നാൽ 10 നന്മ നമുക്ക് രേഖപ്പെടുത്തും. ഒരു തിന്മ നമ്മളെ അടുത്ത് പറ്റിക്കഴിഞ്ഞാൽ ഒരു തിന്മയെ രേഖപ്പെടുത്തും. അപ്പൊ നമ്മൾ ഒരു നന്മയും ഒരു തിന്മയും ചെയ്താലും 9 ബാക്കി ഉണ്ടാവും അല്ലേ? ഇനി 9 തിന്മ ചെയ്താലും 1 ബാക്കി ഉണ്ടാവും. ഈ തിന്മ എന്ന് പറഞ്ഞാൽ വൻപാപങ്ങളല്ല കേട്ടോ. ശിർക്ക് അങ്ങനെ പറഞ്ഞ വൻപാപങ്ങളല്ല, വൻപാപങ്ങളല്ലാതെ ചെറുപാപങ്ങളാണ്. വൻപാപങ്ങൾ നമ്മൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ എന്ത് ചെയ്യണം? തൗബ ചെയ്യണം. ഓർത്ത് തൗബ ചെയ്യുക, എന്നാലേ അള്ളാഹു തആല പുറത്തു തരുള്ളൂ. ഓക്കെ. പിന്നെ അപ്പൊ ഈ ഷിർക്കിന് ഈദാണ് നമ്മളിപ്പോ പറഞ്ഞത്, ഒരു 1-ന് 1. അപ്പൊ നമ്മള് നരകത്ത് ഇങ്ങനെ നോക്കുമ്പോൾ നമ്മള് നരകത്ത് പോണെങ്കിൽ നല്ല പാടാ അല്ലേ? എന്തെങ്കിലും ഒരു വിശ്വസിച്ചിട്ട് കുറച്ച് കർമ്മങ്ങളെങ്കിലും ചെയ്താൽ നമ്മൾക്ക് രക്ഷപ്പെടാനുള്ള ഒരു കാരുണ്യമാണ് അള്ളാഹു താല പറഞ്ഞു തന്നത്. പിന്നെ അള്ളാഹു താല ഒരുപാട് ഇല്ലേ പരമകാരുണ്യകനാണ് എന്ന് പറഞ്ഞാൽ ഈ രീതിയിലെ നമ്മള് എൻട്രൻസിന്റെ പരീക്ഷ നടത്തുന്ന കാര്യമാണ്. ഒരു ശരിക്ക് 10, ഒരു തെറ്റിന് 1. ഓക്കെ. പിന്നെ തന്നെയുമല്ല, നമ്മളിപ്പോ ഒരു കാര്യം, ഒരു നല്ല കാര്യം ചെയ്യാമെന്ന് മനസ്സിൽ വിചാരിച്ച് വെറുതെ വിചാരിക്കാൻ പാടില്ല, ആത്മാർത്ഥമായിട്ട് നമ്മൾ വിചാരിക്കുകയാണ് ഞാനൊരു നല്ല കാര്യം ചെയ്യുന്നു. അപ്പൊ നമുക്ക് അത് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഒരു നന്മ അല്ലാഹു തആല രേഖപ്പെടുത്തും, ഒരു നന്മ രേഖപ്പെടുത്തും. ഇനി നമ്മളൊരു തിന്മ ചെയ്യാൻ വിചാരിച്ച് മനസ്സിൽ വിചാരിച്ച ഒരു തിന്മ ചെയ്യാൻ, പക്ഷെ നമ്മൾ ചെയ്തില്ലെങ്കിൽ നമുക്ക് തിന്മയായിട്ട് അതിനെ രേഖപ്പെടുത്തുന്നില്ല. അത് അള്ളാഹു എങ്ങനെയെങ്കിലും നമ്മളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനാണ് അള്ളാഹു താല ഈ കാര്യങ്ങളെല്ലാം നമുക്ക് പറഞ്ഞു തരുന്നത്. നമ്മളായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ദുൽമ ചെയ്യുന്നത്. അള്ളാഹു താല നമ്മളോട് ഒരു ദുൽമും ചെയ്യുന്നില്ല. എല്ലാം പറഞ്ഞ് രക്ഷപ്പെടാനുള്ള എല്ലാ മാർഗങ്ങളും തുറന്നു തന്ന്, എന്നിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നില്ല? നമ്മള് തെറ്റിലേക്ക് തന്നെയാണ് പോകുന്നതെങ്കിൽ അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ രക്ഷപ്പെടാതിരിക്കുക. ഈ ആയയുടെ മീനിങ് മനസ്സിലായിട്ടുണ്ടാവുക. ഈ ആയയുടെ പറയുന്നത് എന്താണെന്ന് വെച്ചാല്, വിശുദ്ധ ഖുർആന് നേരായ രീതിയിൽ ഇറക്കിയത് 2 കാര്യത്തിനാണ്. ഒന്ന്, താക്കീത് നൽകാനാണ്. ആർക്കെന്ന് പറഞ്ഞിട്ടില്ല. 2, സന്തോഷ വാർത്ത അറിയിക്കാനാണ്. അത് ആർക്കാണെന്ന് പറഞ്ഞിട്ടുണ്ട്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ആളുകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കാനും കൂടിയാണ് വിശുദ്ധ ഖുർആൻ ഇറക്കിയത്, നേരായ രീതിയിൽ ഇറക്കിയത്. എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. കെട്ടിക്കുടുക്ക്, വളവ് തിരിവ്, അങ്ങനത്തെ കൺഫ്യൂഷൻസ് ഒന്നുമില്ല. ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ. സുമയ ടീച്ചറെ മീനിങ്ങും കാര്യങ്ങളും ക്ലിയർ അല്ലേ? സമയം ഒരുപാട് ക്ലിയർ ആണ് ടീച്ചർ, ക്ലിയർ ആണ്. ഓക്കെ. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഇനിയും പറയാനുണ്ട്, പക്ഷെ സമയമല്ല, പോട്ടെ, ഇനി അവസരം വരുമ്പോൾ പറയാം. നമ്മള് സെക്കൻഡ് ആയല്ലേ പറഞ്ഞത്? തേർഡ് ഇവിടെ പറയുന്നത് എന്താണ്? അല്ല, ഒരായും കൂടി ഇല്ല അതിൻ്റെ അടുക്ക്. യെസ്. അപ്പൊ ഇവിടെ പറഞ്ഞത് മാക്കിസീന ഫീഹി അബദ. മാക്കിസീന എന്ന് പറഞ്ഞാല് താമസിക്കുക, നമ്മള് വസിക്കുക. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അവിടെ എന്തിലെന്ന് പറഞ്ഞിട്ടില്ല, എവിടെയാന്ന് പറയുന്നില്ല. ബഅ്സൻ ഷദീദ് എന്ന് പറഞ്ഞാൽ നരകം തന്നെയാണ്, ഉറപ്പാണ്. ബഅ്സൻ ഷദീദ് എന്ന് പറഞ്ഞാല് നരകമാണ്. പിന്നെ അജ്റൻ ഹസന എന്ന് പറഞ്ഞാല് സ്വർഗവും. അപ്പൊ ഇത് രണ്ടിലും ഏതിലെങ്കിലും ഒന്നിലായിരിക്കും നമ്മൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാല് ഈ 2 സ്ഥലത്തിൽ ഏതിലെങ്കിലും ഒന്നിലാണ് നമ്മൾ ഉണ്ടാകുക. അപ്പൊ നമ്മൾ എവിടെയാണോ ഉള്ളത് അവിടെ നമ്മള് എന്തായിരിക്കും? സ്ഥിരതാമസക്കാരായിരിക്കും. എന്ന് പറഞ്ഞാല്, അപ്പൊ നമ്മള് മുഅ്മിനീങ്ങൾ തെറ്റ് ചെയ്ത ആൾക്കാരുണ്ടാവും. മുഅ്മിനീങ്ങളിൽ നിന്ന് തെറ്റുകൾ സംഭവിച്ച് പാപമോചനം ചെയ്യാതെ നമ്മൾ മരിച്ചു പോയി കഴിഞ്ഞാൽ, നമ്മൾ കംപ്ലീറ്റ് ഈ മുഅ്മിൻ ആയതുകൊണ്ട് തന്നെ ഒരു ഇത്തിരി ഈമാൻ നമ്മളെ മനസ്സിലുണ്ടെങ്കിൽ കാലാകാലവും നമ്മൾ എന്ത് ചെയ്യണ്ട? നരകത്തിൽ കിടക്കണ്ടെന്ന് അല്ലാഹു തആല പറയുന്നത്. ഓക്കെ. അപ്പൊ നമ്മള് ഇത്തിരിയെങ്കിലും ഈമാനുള്ള ആളുകള് അവരുടെ തെറ്റിനനുസരിച്ച് അവള് എന്ത് ചെയ്യും? അവർ നരകത്തിലുണ്ടാവും. തെറ്റിനനുസരിച്ച് നരകത്തിലുണ്ടാവും. അതിന് നമ്മളെ തെറ്റുകളൊക്കെ പൊറുക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് കൊണ്ടുപോകും, നരകത്തിലേക്ക് നിന്ന് രക്ഷപ്പെടുത്തി നമ്മളെ സ്വർഗത്തിലോട്ട് കൊണ്ടുപോകും. അപ്പൊ അങ്ങനെ പറയുന്ന സമയത്ത് ലാസ്റ്റ് രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല. കുഫറിൽ മരിച്ചു പോയാൽ ഒരിക്കലും രക്ഷപ്പെടൂല. കുഫറായിട്ട് കാഫിറായിട്ട് നമ്മൾ മരിച്ചാൽ രക്ഷപ്പെടുത്തുന്ന കാര്യമല്ല അല്ലേ?
അള്ളാഹുവിനെ വിശ്വസിക്കാണ്ട് മരിച്ച ആൾക്കാരെ എന്തിനാ അള്ളാഹു രക്ഷിക്കണം അല്ലേ? അതന്നല്ലേ എന്റെ ലോജിക്ക്. പിന്നെ അതേപോലെ തന്നെ ഷിർക്കിലൊക്കെ പെട്ട് പാപമോചനം ചെയ്യാതെ നമ്മൾ അതിൽ തന്നെ മരിച്ചു പോയി എങ്കിൽ നമുക്ക് എന്ത് ചെയ്യില്ല, നമ്മൾ രക്ഷപ്പെടൂല. അല്ലാത്ത എല്ലാ കേസിലും, നമ്മൾ ഈമാനുള്ള എല്ലാ കേസിലും നമ്മൾ അനുഭവിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിന് രക്ഷപ്പെട്ട് എല്ലാരെയും രക്ഷപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഫിക്സായി, സ്വർഗവും നരകവും ഒക്കെ ഫിക്സായി ആൾക്കാർക്ക്. അപ്പൊ സ്വർഗക്കാരൊക്കെ സ്വർഗത്തിലും നരകക്കാരൊക്കെ നരകത്തിലും. അത് കഴിഞ്ഞിട്ട് കുറെ സംഭവങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്, അതൊന്നും ഇപ്പൊ അറിയുന്നില്ല. അവസരം കിട്ടുന്ന സമയത്ത് നമുക്ക് അറിയാം. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കുക, സ്വർഗക്കാര് സ്വർഗത്തിൽ നിത്യവാസികളായിരിക്കും, നരകക്കാര് നരകത്തിലും നിത്യവാസികളായിരിക്കും അല്ലെ. അള്ളാഹു താല നമ്മളിപ്പോ ഈ സ്വർഗത്തിനെയും നരകത്തിനെയും കാര്യങ്ങള് വിശുദ്ധ ഖുർആനിൽ കാണുന്ന സമയത്ത് അപ്പൊ നമ്മൾ ചോദിക്കണം എന്നാ, നരകം കാണുന്ന നരകത്തിൽ നിന്ന് നമ്മളെല്ലാരെയും രക്ഷപ്പെടുത്തണം, സ്വർഗം കാണുന്ന സമയത്ത് നമ്മളെല്ലാരെയും സ്വർഗത്തിലേക്ക് ആക്കുകയും വേണം. അപ്പൊ നമ്മളത് സ്വപ്നം കാണും, ഫീൽ ചെയ്യണം, നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റൂലേ. നമുക്കത് എന്താണ്, നരകത്തിൽ പോയാല് നരകത്തിലുള്ള കാര്യങ്ങളൊക്കെ അള്ളാഹു താല പറഞ്ഞു തന്നിട്ട് ഖുർആനിൽ കൂടി പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ അള്ളാഹു അതിന്റെ ഒരു ചെറിയ രൂപം, പേരിലെങ്കിലും ഭൂമിയിൽ അത്ര സാധനങ്ങളൊക്കെ ഉണ്ട്. തീയുണ്ട് അല്ലെ, ഭൂമിയിൽ തീയുണ്ട്, അപ്പൊ നരകത്തിൽ തീയുണ്ട് എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് ഇങ്ങനെ വിചാരിക്കുക, നമ്മൾ ആ തീയിൽ ഇങ്ങനെ കിടക്കുന്ന കാര്യം നമ്മൾ ഇങ്ങനെ ആലോചിച്ച് നോക്കിയാൽ മതി. അത് നമ്മൾ ആലോചിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് വരും, താനേ നമ്മള് വിശ്വാസവും വരും അല്ലേ. നമ്മളിപ്പോ അവിടുന്ന് വിട്ടുപോയി കഴിഞ്ഞാല് നമുക്ക് പിന്നെ ഒരു മാർഗവും ഇല്ല. നമ്മളെ മരണത്തോടു കൂടി നമ്മളെ പ്രവർത്തിക്കാനുള്ള എല്ലാ അവസരങ്ങളും അവിടെ സ്റ്റോപ്പ് ചെയ്ത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, എപ്പൊ നമുക്ക് ഭാഗ്യമുണ്ട്, നമ്മൾ ജീവൻ മരിച്ചിട്ടില്ലേ നമ്മള്, അപ്പൊ നമ്മൾ ഓർത്ത് നോക്കിയിട്ട് എന്ത് ചെയ്യാ, ഈ നരകത്തിലേക്ക് എത്തിപ്പോകുന്ന എല്ലാ കാര്യത്തിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യാ, രക്ഷ ചോദിക്കുക. നമ്മൾ ഡെയിലി 3 times 7 times പറയുന്നുണ്ട്. നമ്മൾ ഈ കാര്യം സ്വർഗത്തിനെ ചോദിച്ചാല് നമ്മൾ സ്വർഗം പറയും നമ്മളെ സ്വർഗത്തിലേട്ടാക്കാൻ. അതുപോലെ തന്നെ 3 തവണ അല്ലെങ്കിൽ 7 തവണ എന്ന് പറയുന്നുണ്ട്. 2 ആയാലും നീ 7 അങ്ങ് പറയാ, അത്ര സമയമല്ലേ വേണ്ടുവരുന്നത്. അപ്പൊ അത്രയും പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ എന്ത് ചെയ്യും, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന പറയുന്നത്. അപ്പൊ അങ്ങനെ നമുക്ക് പറയാനുള്ളൊരു ഓർമ്മയും പിന്നെ ഒരു തൗഫീഖും ഒക്കെ കിട്ടണമെങ്കിൽ നമ്മൾ അല്ലാഹു തആലയ്ക്ക് പറയുന്ന രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരായിരിക്കണം. ഓക്കെ, അപ്പൊ അതാണ് കാര്യത്തിലൊക്കെ നമ്മൾ പറയാനുള്ളത്. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അല്ലാഹു നമ്മളെല്ലാരെയും അല്ലേ ഈ മഹാവിപത്തിൽ നിന്നും, ഇതെന്താന്ന് വെച്ചാൽ കാലാകാലവും അതാണ്, കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് രക്ഷപ്പെട്ടു പോവാന്നുള്ളൊരു കാര്യമില്ല അവിടെ, നമ്മളതിനകത്ത് പെട്ടുപോയതായിരിക്കും. അപ്പൊ ഈ ഒരു മഹാവിപത്തിൽ നിന്ന് നമ്മളെല്ലാരെയും അല്ലാഹു തആല രക്ഷിക്കട്ടെ. അതേപോലെ തന്നെ ഈ വചനങ്ങളെ സാക്ഷി അല്ലേ, ഈ വചനങ്ങൾ നമുക്ക് സാക്ഷി നിർക്കട്ടെ. നമ്മൾ ഈ പഠിക്കുന്ന വചനങ്ങള് വിശുദ്ധ ഖുർആന്റെ വചനങ്ങളാണ്, ഖുർആൻ സാക്ഷിയാകുന്നതാണ്. അപ്പൊ ഈ വചനങ്ങൾ നമുക്ക് സാക്ഷിയായിട്ട് നമ്മളെ നരകത്തിൽ നിന്ന് അല്ലാഹു രക്ഷിക്കട്ടെ. ആമീൻ ആമീൻ ആമീൻ. ഇനി നെക്സ്റ്റ് ആയ വയുന്ദിറ. നേരത്തെ നമ്മളൊരു ഉന്തിർ പഠിച്ചിരുന്നു അല്ലേ. ആ ഉന്തിർ എന്താ പറഞ്ഞത്, ബഅസൻ ശദീദ, ആർക്ക് എന്ന് പറഞ്ഞിട്ടില്ല അല്ലെ, വയുന്ദിറ. ഇവിടെയും വയുന്ദിറ രണ്ടാമതൊരു കൂട്ടർക്കുള്ള താക്കീതാണ്. അല്ലദീന, അല്ലദീന എന്ന് പറഞ്ഞാൽ യാതൊരു കൂട്ടർ, ഖാലൂ അവർ പറയുന്നു, എന്താ പറയുന്നത്, ഇത്തഖദല്ലാഹു വലദ, ഇത്തഖദല്ലാഹു വലദ, അള്ളാഹു സന്താനത്തെ സ്വീകരിച്ചിട്ടുണ്ടെന്ന് പറയുന്ന ഒരു കൂട്ടര്. അവർക്കൊരു പ്രത്യേക താക്കീത് അല്ലെ, മുഅ്മിനീങ്ങൾക്കല്ലാത്തവർക്കെല്ലാം നേരത്തെ ഫസ്റ്റ് വന്ന താക്കീത് എല്ലാവർക്കും കൂടിയാ, എല്ലാവർക്കും ആണ്, ഒരു ഗ്രൂപ്പിനെ വെച്ചാൽ ബാക്കി എല്ലാവർക്കും കൂടിയാണ്. ഈ ഒരു താക്കീത് ഇതിലും അവരും ഉണ്ട്, ഇതിലും ഉണ്ട് കേട്ടോ. ഈ ഒരു കൂട്ടരുണ്ടല്ലോ, അത് നമ്മൾ ഫസ്റ്റ് പറഞ്ഞ താക്കീതിലും ഉണ്ട്, ഫസ്റ്റ് പറഞ്ഞതിലുണ്ട്. അവർക്ക് പ്രത്യേകമായൊരു താക്കീതാണ് എന്ത്, അള്ളാഹുവിന് അള്ളാഹു സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞവർക്ക്. അപ്പൊ അള്ളാഹു സന്താനത്തെ സ്വീകരിച്ചു എന്ന് പറയുന്നവർക്ക് പ്രത്യേകമായും താക്കീത് നൽകാൻ. ഓക്കെ, ആരാണ് അള്ളാഹുവിന് സന്താനങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞത്, നമുക്കറിയാം അല്ലേ. ആരാ പറഞ്ഞത്, ക്രൈസ്തവർ പറയുന്നുണ്ട്. ക്രൈസ്തവർ എന്താ പറയുന്നത്, ഈസ അലൈഹിസ്സലാം ദൈവപുത്രനാണെന്നാണ് അവർ പറയുന്നത്. ദൈവമാണ്, ദൈവപുത്രനാണ് എന്നൊക്കെ പറയും. 3 കാര്യം പറയുന്നുണ്ട് അല്ലെ, പരിശുദ്ധാത്മാവ്, പിതാവ്, പുത്രൻ, ഇങ്ങനൊക്കെ പറയുന്നുണ്ട് അവര്. പിന്നെ എന്ത് പറയുന്നുണ്ട്, ജൂതന്മാർ എന്ത് പറയുന്നുണ്ട്, ഉസൈർ അല്ലെ, ഉസൈർ ദൈവപുത്രനാണെന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ മുശ്രിക്കുകൾ പറയുന്നുണ്ട്, മക്ക മുശ്രിക്കുകള് മലക്കുകള് അള്ളാഹുവിന്റെ പെൺമക്കളാണെന്ന് പറയുന്നുണ്ട്.
മലക്കുകള് അള്ളാഹുവിന്റെ പെൺമക്കളാണെന്ന്. ഈ ഒരു ഗ്രൂപ്പാണ് എന്ത് ചെയ്യുന്നത്, ഈ അള്ളാഹുവിന് മക്കളുണ്ടെന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അവർക്ക് പ്രത്യേകമായും ഒരു താക്കീത്. അപ്പൊ ഇതെന്താണ് പ്രത്യേകമായി താക്കീത് എന്ന് പറഞ്ഞാല്, അല്ലെ, ഇത് ഏറ്റവും വലിയ അപരാധല്ലേ. എല്ലാത്തിനെയും സൃഷ്ടിച്ച് ഈസാ അലൈഹി സ്വലാമിനെ അള്ളാഹു സൃഷ്ടിച്ച്, അപ്പൊ ഒരാൾക്ക് മക്കൾ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ആ മക്കളെ ജനിപ്പിക്കുന്ന ആളിന്റെ സ്വഭാവങ്ങൾ ആരിലേക്ക് വരും, മക്കളിലേക്ക് വരും അല്ലെ. അപ്പൊ അള്ളാഹു താലയുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അള്ളാഹു താല ജനിപ്പിച്ചിട്ടുള്ള തന്നെ എന്നെന്നും ഉള്ളതാണ്. പക്ഷെ ഈസാ അലൈഹി സ്വലാം ജനിച്ച് മരിക്കുകയും ചെയ്ത്. ഓക്കെ, അതേപോലെ തന്നെ ഭക്ഷണം കഴിച്ചിരുന്നു. അങ്ങനെ ഒരു ബുദ്ധിയുള്ളവർ പറയുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ടാണ് അള്ളാഹു താല പറയുന്നത് എന്താണ്, ബുദ്ധി ഉപയോഗിക്കാതെ അല്ലെ പറഞ്ഞു കഴിഞ്ഞിട്ട് എത്രയും അപരാധം, അള്ളാഹുവിനെ തെറ്റി അത്രയും അപരാധമായത് കൊണ്ടാണ് അവർക്കൊരു പ്രത്യേക താക്കീത് വരുന്നത്. ഇവരിങ്ങനെ പറയാൻ കാര്യം എന്താന്ന് വെച്ചാല്, സൂറത്തുൽ അനാമില് അള്ളാഹു താല പറയുന്നുണ്ട് 49-ാമത്തെ ആയത്തില്, ഈ ഈസാ അലൈഹി സ്വലാമിന് ഒരു റസൂലായിട്ട് അയച്ച ആൾക്കാർക്കൊക്കെ അള്ളാഹു താല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉള്ള മുഅ്ജിസാണ് വിശുദ്ധ ഖുർആൻ. അല്ലാത്തവർക്കൊക്കെ അത്ഭുതങ്ങൾ കാണിക്കാനുള്ള കഴിവ് കൊടുത്തിരുന്നു. അത് അള്ളാഹു താല കൊടുത്ത കഴിവാണ്. എന്തിനാണ് കൊടുത്തതെന്ന് വെച്ചാല്, ജനങ്ങള് റസൂലുകളിൽ വിശ്വസിക്കാൻ വേണ്ടി, ആ ഒരു റസൂലിൽ ജനങ്ങളെ വിശ്വസിക്കാൻ വേണ്ടി മുഅ്ജിസത്ത് കാണിക്കാനുള്ള ഒരു കഴിവ് പിന്നെ ഈ റസൂലുകൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അല്ലെ ആൾക്കാർ വിശ്വസിക്കൂലല്ലോ. അപ്പൊ അങ്ങനെ പിന്നെ ഈസാ അലൈഹി സ്വലാമിന്റെ ഒന്നാമത്തത് എന്ന് പറഞ്ഞാല് പിന്നെ തൊട്ടിലിൽ നിന്ന് സംസാരിച്ച്, അല്ലെ, തൊട്ടിൽ കിടക്കുന്ന ഒരു കുട്ടി അങ്ങ് സംസാരിച്ച്. പിന്നെ അതേപോലെ തന്നെ 49-ാമത്തെ ആയല് അള്ളാഹു പറയുന്നത് എന്താ വെച്ചാല്, പക്ഷികളുടെ ആകൃതിയില് കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കുക, എന്നിട്ട് അതില് ഊതുന്ന സമയത്ത് അള്ളാഹുവിന്റെ അനുമതി പ്രകാരം അത് പക്ഷിയായിട്ട് മാറുക. അപ്പൊ നമുക്കിപ്പോ അങ്ങനെ ഒരാൾ കാണിച്ചു കഴിഞ്ഞാല് അല്ലെ, അപ്പോൾ എന്തൊരു അത്ഭുതമായിരിക്കും. അതേപോലെ തന്നെ പിന്നെ മരിച്ചവരെ ജീവിപ്പിച്ച്, ഇതൊക്കെ ഈ 49-ാമത്തെ ആയങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. മരിച്ചവരെ ജീവിപ്പിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ കണ്ണ് കാണാത്തവരെ പിന്നെ മാറ്റി കണ്ണിന് കാഴ്ച കൊടുത്ത്, അതേപോലെ തന്നെ വെള്ളപ്പാണ്ടുള്ള ആൾക്കാർക്ക് മാറ്റി കൊടുത്ത്, വീട്ടിൽ സൂക്ഷിക്കുന്ന കാര്യങ്ങൾ, കഴിക്കുന്ന ഭക്ഷണത്തിന്റെ കാര്യങ്ങളെ പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള അത്ഭുതങ്ങൾ കാണിക്കുന്ന സമയത്ത് ഒരു വിചാരിച്ചെന്ത്, ഇത് ദൈവം തന്നെയാണ്. അങ്ങനെയാണ് അവര് തെറ്റിപ്പോയത്. എങ്ങോട്ട് പോയി അല്ലെ, അയച്ച ആളിനെ ഓർത്തില്ല, അയക്കപ്പെട്ട ഈസാ അലൈഹിസ്സലാം അത് തന്നെയാണ് ദൈവം എന്ന് ഓർത്തുപോയി. ഈസാ അലൈഹിസ്സലാം ഒരിക്കലും പറഞ്ഞിട്ടില്ല ഞാൻ ദൈവമാണെന്ന്. എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവവുമായ ദൈവത്തിനെ ആരാധിക്കാനാണ് ഈസാ അലൈഹിസ്സലാം പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഒരേ ഗ്രന്ഥവും ഒരു മാറ്റിമറിച്ച് ഒരങ്ങനൊക്കെ ചെയ്ത്. ഓക്കെ, അതുകൊണ്ട് അവരെ പ്രത്യേകമായി അള്ളാഹു പ്രത്യേകമായൊരു താക്കീത്. അതേപോലെ തന്നെ ഈ മക്കാ മുശ്രിക്കുകള്, അവർക്ക് പെൺകുട്ടികൾ ജനിച്ചാൽ അവർക്ക് താല്പര്യമില്ല, ഇഷ്ടമല്ല, മുഖം കറക്കുന്ന പറയാ, അവർക്ക് ഇഷ്ടമല്ല. അവരെ ചില പെൺകുട്ടികളൊക്കെ അവർ കുഴിച്ചു മൂടുകയും ചെയ്യും. കുഴിച്ചു മൂടിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഖുർആനിൽ പറയുന്നുണ്ട്. ഓക്കെ, പക്ഷെ അവരെന്ത് ചെയ്യുന്നത്, അള്ളാഹുവിന് അവർക്ക് ആൺമക്കളും അള്ളാഹുവിന് പെൺമക്കളും. സൂറ നജ്മിലൊക്കെ അള്ളാഹു പറയുന്നുണ്ട് ആക്ഷേപിച്ചുകൊണ്ട്. ഓക്കെ, അതാണ് ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുക. സുമയ ടീച്ചറെ കാര്യം മനസ്സിലായില്ലേ? മനസ്സിലായി ടീച്ചറെ, ക്ലിയർ ആണ്. ഓക്കെ, ഇനി അടുത്തയാള് അള്ളാഹു പറയുന്നത് എന്താന്ന് വെച്ചാല്, മാ ലഹും അവർക്കില്ല. മാ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ചെയ്യാനാണ് മാ യൂസ് ചെയ്യുന്നത് ഇവിടെ. മാ ലഹും അവർക്കില്ല, എന്തില്ല, ല അവർക്ക്, ഹും അവർക്ക്, ല മാ ല ഹും അവർക്കില്ല, ബിഹി ലി എന്ന് പറഞ്ഞാൽ കിന് വേണ്ടി എന്നുള്ളതാണ്. ലി പ്ലസ് ഹും ആണ് ലഹും ആയത്. ലിഹും എന്ന് പറയൂല, ലഹും. ലി പ്ലസ് ഹും, ലഹും. ഓക്കെ, ലി കിന് വേണ്ടി, അവിടെ അവർക്കില്ല. ബിഹി അതിനെപ്പറ്റി എന്ന് പറഞ്ഞാൽ ഈ ഇവര് പറഞ്ഞില്ലേ അള്ളാഹുവിന് സന്താനങ്ങളുണ്ട് എന്നുള്ള ഒരു വാദം ഉണ്ടല്ലോ, അതിനെപ്പറ്റി അവർക്ക് അറിവില്ല. ബിഹി മിൻ ഇൽമിൻ എന്ന് പറഞ്ഞാൽ ഒരറിവുമില്ല, അറിവിന്റെ കൂട്ടത്തിൽപ്പെട്ട ഒരറിവും അവർക്കില്ല ഈ കാര്യത്തെ പറ്റി.
പിന്നെ ഇതെന്താണ് അവർ പറയുന്നത്? ആർക്കുമില്ല. വലാലി ആബാഇഹിം, അവരുടെ ആബാ എന്ന് പറഞ്ഞാൽ പിതാക്കൾക്ക് അല്ലെങ്കിൽ രക്ഷിതാക്കൾക്ക്, അവരുടെ രക്ഷിതാക്കൾക്കും ഇല്ല എന്ത്? ഈ കാര്യത്തെ പറ്റി അറിവ്. അള്ളാഹുവിന് സന്താനങ്ങളുണ്ട് എന്നുള്ള കാര്യത്തെ പറ്റി അവർക്കും അറിവില്ല, അവരുടെ പിതാക്കൾക്കും അല്ലെങ്കിൽ രക്ഷിതാക്കൾക്കും അറിവില്ല. പിന്നെ എന്താണ്? കബുറത്ത്, കബറത്ത് എന്ന് പറഞ്ഞാൽ വമ്പിച്ചതായ, കബുറത്ത് കലിമത്തൻ, കലിമത്തൻ എന്ന് പറഞ്ഞാൽ വാക്ക്, തഖ്റുജു മിൻ അഫ്വാഹിഹിം, തഖ്റുജു എന്ന് പറഞ്ഞാല് അത് പുറത്ത് വന്നു, പുറപ്പെട്ടു. എവിടുന്നാ പുറപ്പെട്ടത്? മിൻ അഫ്വാഹിഹിം, അഫ്വാഹ് എന്ന് പറഞ്ഞാല് വായ, ഫമു, ഫമു എന്നാണ് വായ, വായുടെ പ്ലൂരലാണ് അഫ്വാഹ്, അഫ്വാഹിഹിം. അഫ്വാഹി മിന്ന് വന്നതിനോണ്ടാണ് അഫ്വാഹി പറഞ്ഞത്, വാഹി, അഫ്വാഹി ഹിം, ഹും ആണ്, അത് ഹി ആയതുകൊണ്ട് ഹിം, അഫ്വാഹിഹിം. അപ്പൊ ഈ വാക്ക് എന്ന് പറഞ്ഞാൽ ഏത് വാക്കാണ്? അള്ളാഹുവിന് സന്താനം ഉണ്ട് എന്നുള്ള വാക്ക് അവരുടെ വായിൽ നിന്ന് പുറത്തു വന്ന ഒരു വമ്പിച്ചതായ കലിമയാണ്, വാക്കാണെന്നാ പറയുന്നത്. അള്ളാഹു താല പറയാണ്, ഈ അഫ്വാഹി എന്ന് പറയാൻ കാര്യം എന്താന്ന് വെച്ചാല്, ചില കാര്യങ്ങൾ നമ്മളെ വായെന്ന് വരും, ചിലത് നമ്മളെ തലച്ചോറിന്നും വരും അല്ലേ? തലച്ചോറിന്ന് വരും, ചിന്തിച്ച് പറയുന്നത് തലച്ചോറിനായിട്ട് വരുന്ന കാര്യമായിരിക്കും. അല്ലാതെ ചിന്തിക്കാതെ പറയുന്ന കാര്യങ്ങളാണ് ഇവിടുന്ന് വരിക, വായന്ന് അങ്ങ് പുറത്തേക്ക് പോവുക. അപ്പൊ ഇവിടെ വായ എന്ന് യൂസ് ചെയ്തത് കൊണ്ട് ചിന്തിക്കാതെ പറഞ്ഞതാണ് ഒരു കാര്യം കൂടെ അതിൽ പെടുന്നുണ്ട്. അപ്പൊ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഇത് പറയാൻ പറ്റൂല. നല്ല രീതിയിൽ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ പറയാൻ പറ്റാത്തൊരു കാര്യമാണ് അവർ പറഞ്ഞത്. അതുകൊണ്ടാണ് അഫ്വാഹിഹിം എന്നുള്ളത് യൂസ് ചെയ്തത്. ഇതില് നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഇതിലും പറയാനുള്ളത്. ഇതിന്റെ മീനിങ് മനസ്സിലായിട്ടുണ്ടാകുന്ന വിചാരിക്കുക. ഒരു അറിവുമില്ല, അറിവുകൾ കിട്ടുന്ന ഏതൊക്കെ രീതിയാണോ ആ രീതിയിൽ നിന്നും ഇപ്പൊ വേദഗ്രന്ഥത്തിൽ നിന്ന് അറിവ് കിട്ടും. ആരുടെ വേദഗ്രന്ഥത്തിൽ അങ്ങനെ ഇല്ല, അവരുടെ വേദത്തിലും ഇല്ല അത്. പിന്നെ അല്ലെങ്കിൽ നമ്മൾ കണ്ടറിഞ്ഞായിരിക്കണം, അതങ്ങനെ അറിയുന്നില്ല. ഒരു അറിവില്ലാണ്ടാണ് എന്ത് ചെയ്യുന്നത്, അവർ ഈ കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ അവരുടെ വായിൽ നിന്ന് വരുന്ന ഒരു എന്താണ്, അവരുടെ വായിൽ നിന്ന് പുറത്തു വരുന്ന ഒരു അല്ലെ, എന്താണ് എന്തെന്നാ പറഞ്ഞത്, ഒരു വമ്പിച്ചതായ കബൂറത്ത്, വമ്പിച്ചതായ ഒരു വാക്കാണെന്ത്? പാഴ്വാക്കെന്നാണോ ടീച്ചർ അതിന്റെ മീനിങ്? പാഴ്വാക്കെന്നാണോ? പാഴ്വാക്ക് തന്നെ. പാഴ്വാക്ക് എന്ന് പറഞ്ഞാൽ ഒരതിനനുസരിച്ചാണ് ജീവിക്കുന്നതും അത് വിശ്വസിച്ചുകൊണ്ടേയിരിക്കുന്നതും. ഓക്കെ, അതാണ്. ക്ലിയർ അല്ലേ? നമ്മൾ സൂറ കഹ്ഫ് പോകുന്ന സമയത്ത് കാര്യമൊക്കെ നമ്മളെ മനസ്സിലോട്ട് വരണം കേട്ടോ, ഇൻഷാ അല്ലാഹ്. പിന്നെന്താണ് അടുത്തായാല് ഈ ഒരു ആയന്റെ തഫ്സീർ പറയാനേ ഞാനൊരു ഉദാഹരണം പറയാം. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള നമ്മളൊരു വേണ്ടപ്പെട്ട ആള്, നമ്മളെ മക്കൾ ആരെങ്കിലും ആയിക്കോട്ടെ, ആരെങ്കിലും ഒന്ന് ബ്ലൈൻഡ് ആണ്, കണ്ണ് കാണൂല, കണ്ണ് കാണാണ്ട് ഇങ്ങനെ നടന്നു പോകുന്ന സമയത്തൂടെ ഒരു തീക്കുണ്ടുണ്ട്. ഈ തീക്കുണ്ടത്തിലേക്കാണ് ഇത് നടന്നു പോകുന്നത്, തീയിലേക്കാണ് നടന്നു പോകുന്നത്. പക്ഷെ അപ്പൊ നമ്മളിങ്ങനെ നോക്കിക്കാണ്, ഈ തീയിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ നോക്കിക്കാണ്. അപ്പൊ നമ്മളതിനെ എന്ത് ചെയ്യുന്നുണ്ട്, മാറ്റാൻ ഇങ്ങനെ അങ്ങനെ ശ്രമിക്കൂലേ? നമ്മളെ കാര്യം നമ്മൾ ചിന്തിച്ചു നോക്കി. നമ്മളെ മക്കളാണ് തീയിലോട്ട് നടന്നു പോകുന്നതെങ്കിൽ നമ്മൾ സമ്മതിക്കും, നമ്മൾ ഓടിപ്പോയി പിടിച്ചുകൊണ്ട് വരൂലേ? അതേപോലെ നമ്മൾ പിടിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ ഈ ആളെന്ത് ചെയ്യുന്നില്ല, കൂട്ടക്കുന്നില്ല, നമ്മളെ തള്ളി മാറ്റിയിട്ട് അത് അതിലേക്ക് തന്നെ അങ്ങനെ തീയിലോട്ട് തന്നെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉള്ള ഒരു കാര്യമാണ് ഈ ഒരു ആയയിൽ പറയുന്നത്. അത് കേട്ടോണ്ട് അത് മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങളൊന്ന് ഇത് കേട്ടാ മതി കേട്ടോ. ഫല അല്ലക, നീ ആയേക്കാം. അല്ലാഹു തആല പറയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, താങ്കൾ ആയേക്കാം ബാഹിഉൻ എന്ന് പറഞ്ഞാല് അപകടപ്പെടുത്തുക, മരണപ്പെടുക, നശിപ്പിക്കുക, മരണപ്പെടുക തന്നെ, നശിപ്പിക്കുക, നമ്മളെ നശിപ്പിക്കുക, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമനെ നശിപ്പിക്കുക, നഫ്സിനെ നശിപ്പിക്കുക. നഫ്സക എന്ന് പറഞ്ഞാൽ നിന്റെ നഫ്സ്. നമ്മളിപ്പോ നേരത്തെ ഇവിടെയും കണ്ടല്ലോ അതൊക്കെ അൻത, നീ എന്നുള്ളതാണ്. ഈ കായയുടെ കണ്ടാലും നീ എന്നുള്ളതാണ്. നീ എന്നുള്ളത് അൻതയാണ്. അൻതയെ നഫ്സ അൻത എന്ന് പറയൂല, നഫ്സക. അല്ല അൻത എന്ന് പറയൂല, അല്ലക്ക. അങ്ങനെ
ഇതിനോട് മിക്സ് ചെയ്ത് പറയാൻ വേണ്ടി കൂട്ടി പറയാൻ വേണ്ടിയിട്ട് അനത്തെ കായാട്ടമാക്കിയതാണ്. ഓക്കെ, നഫ്സക്ക താങ്കളുടെ ആത്മാവ്, നഫ്സക്ക അല ആസാരിയും. അല ആസാർ എന്ന് പറഞ്ഞാൽ നമ്മൾ സൂറ യാസീനിൽ പഠിച്ചില്ലേ അല്ലെ? പ്രവർത്തനത്തിന്റെ അനന്തര ഫലത്തിനാണ് ഇത് പറയുക ആസാർ. അല ആസാരിഹിം, അല ആസാരിഹിം 3 കാര്യമാണ്. അവരുടെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട്, അല്ലെങ്കിൽ ഈ മുശ്രിക്കുകള് അല്ലെങ്കിൽ അവരെന്ത് ചെയ്യുന്നില്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നെ കുടുംബക്കാരുണ്ട്, കൂട്ടുകാരുണ്ട് അല്ലെ, നാട്ടുകാരുണ്ട്, എല്ലാവരും ഉണ്ട്. അവരെന്ത് ചെയ്യുന്നില്ല, ഇല്ലം യുഗ്മിനു, അവർ വിശ്വസിക്കുന്നില്ല. ഇൻ ലം യുഗ്മിനു, ഇവിടെ ഇന്ന് എന്ന് പറഞ്ഞത് എന്തിനാന്ന് വെച്ചാല് അവർ വിശ്വസിക്കുന്നില്ലാത്തതിനാൽ. അവർ ലം യുഗ്മിനു എന്നാണ്, വിശ്വസിക്കുന്നില്ല. ഇന്നും കൂടി വരുമ്പോ അവര് വിശ്വസിക്കാത്ത പക്ഷം, ബിഹാദൽ ഹദീസി, ബിഹാദൽ ഹദീസി എന്ന് പറഞ്ഞാൽ ഈ വിഷയം, ഈ വിശുദ്ധ ഖുർആന്. അസഫ ആർക്കാ ഉള്ളത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, ഈ ഒരു കാര്യം, ഈ വിശുദ്ധ ഖുർആനിനെ ഈ ആളുകള് വിശ്വസിക്കാത്തത് കൊണ്ട് താങ്കളുടെ നഫ്സിനെ നഷ്ടപ്പെടുത്തിയേക്കാം എന്നാണ് പറയുന്നത്. അതവിടെ പറയുന്നത്, ഈ സന്ദേശത്തിൽ അവർ വിശ്വസിച്ചില്ലെങ്കിൽ ദുഃഖത്താൽ നീ ജീവൻ എടുക്കുന്നവനായേക്കാം. ഇപ്പൊ ഞാൻ പറഞ്ഞ എക്സാമ്പിളിന് ഷൂട്ടല്ലേ സുമേ ടീച്ചറെ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെങ്കിലും ഈ തീ, നമ്മൾ നേരത്തെ കണ്ടില്ലേ ആ തീയിൽ നിന്നും ഈ ജനതയെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്താൻ നോക്കുകയാണ്. അവരാണെങ്കിൽ എന്ത് ചെയ്യുന്നില്ല, കൂട്ടാക്കുന്നില്ല അല്ലേ? ആ തീയിലേക്ക് തന്നെ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. അത് കാണുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വിശ്വാസമാണ് അല്ലെ, നമ്മൾ വിശ്വസിക്കുന്ന തീയുണ്ട് എന്നൊക്കെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കണ്ടിട്ടുമുണ്ട്. ഇസ്രാ മിറാജിന്റെ സമയത്ത് റസൂൽ കണ്ട കാര്യമാണ്. പിന്നെ ഈ ആയത്തുകളൊക്കെ ഇറങ്ങുന്നത് റസൂലിനാണ്. അപ്പൊ ഈ ജനങ്ങൾ ഈ ഒരു കാര്യത്തിലേക്ക്, ഈ തീയിലോട്ട് ഇങ്ങനെ ഓടിപ്പോകുന്നത് കാണുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു മാനസിക അവസ്ഥ നമുക്ക് മനസ്സിലാവും. അപ്പൊ നമ്മളത് ഫീൽ ചെയ്യാം, നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റൂല്ലേ? അതാണ് ഇവിടെ മീനിങ് മനസ്സിലായില്ലേ? നബിയുടെ അബൂലഹബിന്റെ കാര്യം എങ്ങനെ തന്നെയല്ലേ ടീച്ചറെ? അതാണ് മരിക്കുന്ന സമയത്ത്, മരണത്തിന്റെ തൊട്ടടുത്ത് വരെ എങ്ങനെങ്കിലും ഒന്ന് വിശ്വസിക്കാൻ വേണ്ടിയിട്ട് റസൂൽ പരമാവധി ശ്രമിച്ചു നോക്കി. കാഫിറായി മരിച്ച് ഏറ്റവും കുറഞ്ഞ ശിക്ഷ അദ്ദേഹത്തിനാണെന്ന് പറയുന്നത്. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രൊട്ടക്ട് ചെയ്തത് ആയിരുന്നതുകൊണ്ട്. ഓക്കെ, ഇതിനി പറയണ്ടല്ലോ, നിങ്ങൾക്ക് മീനിങ് മനസ്സിലായില്ലേ? പല അല്ലക്ക, നീ ആയേക്കാം, താങ്കളായേക്കാം, നഫ്സക്ക, നഫ്സിനെ നഷ്ടപ്പെടുത്തുന്നവർ. എന്തിന്? പല ആസാരിഹിം, ആസാരി എന്ന് പറഞ്ഞാൽ ഇതിന്റെ അനന്തരഫലമായി. എന്തിന്റെ അനന്തരഫലം? ഇവർ ഈ കാര്യത്തിൽ വിശ്വസിക്കാത്തതിന്റെ കാരണത്താൽ. ഈ കൂട്ടര് ഇതിനെ, ഈ ഒരു വിശുദ്ധ ഖുർആനെ വിശ്വസിക്കാത്തതിന്റെ കാരണത്താൽ താങ്കളുടെ നഫ്സിനെ നഷ്ടപ്പെടുത്തിയേക്കാം. അപ്പൊ ഇവിടെ ഇത് പറയാൻ കാരണം, അല്ലാഹു തആല പറയുന്നത് നഷ്ടപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ ഇത് എല്ലാവർക്കും ഒരു പാടാണ്. നമ്മള് ഇപ്പൊ പിന്നെ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ നമ്മൾ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുക. ഇനി അവരത് വിശ്വസിക്കുക അല്ലെങ്കിൽ അവരത് സ്വീകരിക്കുക എന്നുള്ളത് അവരും അള്ളാഹും തമ്മിലുള്ള ബന്ധത്തിനനുസരിച്ചാണ്. നമുക്കിത് ആർക്കും, റസൂലിന് വരെ ആർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, ഹിദായത്ത് കൊടുക്കാൻ പറ്റിയില്ല. അപ്പൊ നമ്മള് ആർക്കെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഈ ഒരു കാര്യം നമ്മൾ മനസ്സിൽ ഉറപ്പിക്കണം. കാരണം എന്താണ്, നമുക്ക് ആർക്കും എന്ത് ചെയ്യാൻ പറ്റൂല, ആർക്കും വേറൊരാൾക്ക് ഹിദായത്ത് കൊടുക്കാൻ പറ്റില്ല. അറിഞ്ഞ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കലാണ് ഉത്തരവാദിത്തം. എത്തിക്കല് മാത്രമേ ഉള്ളൂ ഉത്തരവാദിത്തം. വിശ്വസിക്കല് അവര് അള്ളാഹു താലയും തമ്മിലുള്ള ഒരു ബന്ധമാണ്. അള്ളാഹു താല പറയുന്നുണ്ട്, കുറച്ച് തന്നെങ്കിലും മനസ്സിൽ നന്മ ഉള്ളവർക്ക് എന്ത് ചെയ്യും, ഈ വിശ്വാസം അള്ളാഹു കൊടുക്കുക തന്നെ ചെയ്യും. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു അമൂല്യ രത്നമാണ്, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിശ്വാസം. അത് നഷ്ടപ്പെടാണ്ട് നമ്മൾ എന്ത് ചെയ്യുക, അത് നഷ്ടപ്പെടാണ്ട് നമുക്ക് മരിക്കാൻ പറ്റണം. എന്നാലേ നമ്മൾ രക്ഷപ്പെടുള്ളൂ. മരണസമയത്ത് നമ്മൾ എന്തായിരുന്നോ അങ്ങനെ അതിനനുസരിച്ചാണ് നമുക്ക് പ്രതിഫലം തരിക. അപ്പൊ നമ്മൾ അവസാനം നന്നാക്കി കിട്ടാൻ നമ്മൾ ദുആ ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ ഈമാൻ നഷ്ടപ്പെട്ടുവാത്ത ദുആകള് പലതും ഉണ്ട്. അതിൽ അല്ലാഹു തആല പറഞ്ഞ അലി ഇമ്രാനിൽ 8-ാമത്തെ ആയത്തിൽ ഒരു ദുആ ഉണ്ട്, പ്രധാനപ്പെട്ടതാണ്. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്.
നമ്മൾ ഈ ദ്വാ രാവിലെയും വൈകുന്നേരമുള്ള ദ്വായിൽ ഇങ്ങനെ പെടുത്തിക്കൊണ്ടേയിരിക്കുക. പിന്നെ അതേപോലെ തന്നെ ഷിർക്കിൽ നിന്നും കുഫറിൽ നിന്നും അഹങ്കാരത്തിൽ നിന്നും കാപട്യത്തിൽ നിന്നും നമ്മൾ രക്ഷപ്പെടണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ സ്വർഗം കിട്ടൂല. ഷിർക്ക്, കുഫ്റ്, അഹങ്കാരം, കാപട്യം ഒക്കെ. ഷിർക്കും കുഫറും ഒക്കെ ഏതാണ്ട് നമുക്ക് മനസ്സിലായി. ഈ അഹങ്കാരം എന്ന് പറഞ്ഞ കാര്യം നമ്മൾ അഹങ്കരിക്കേണ്ട ഒരു കാര്യവുമില്ല. നമ്മൾ എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ ഒരു ബീജം, ഒറ്റ ബീജം, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ബീജങ്ങളിൽ നോക്കിയാൽ കാണാത്തൊരു ബീജമായിരുന്നു നമ്മൾ. പിന്നെ നമ്മൾ ഇനി ആവാൻ പോകുന്നത് എന്താണ്? നമ്മൾ കുറച്ച് മണ്ണ്, ഒരു പിടി മണ്ണ്. ഈ ബീജത്തിന്റെയും ഈ ഒരു പിടി മണ്ണിന്റെയും ഇടക്കുള്ള കുറച്ച് സമയങ്ങൾ മാത്രമാണ് നമ്മൾ, വേറെ ഒന്നുമല്ല. നമുക്ക് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും. അപ്പൊ അങ്ങനെയുള്ള നമ്മൾ എന്തുകൊണ്ട് അഹങ്കരിക്കാനൊന്നുമില്ല. നമുക്ക് അഹങ്കരിക്കാനൊന്നുമില്ല. എന്തെങ്കിലും നമുക്കുണ്ടെങ്കിൽ അതൊക്കെ അള്ളാഹു താല തന്നതാണ്. അതൊക്കെ അള്ളാഹു താല തിരിച്ചു വാങ്ങും. തിരിച്ചു വാങ്ങി നമ്മൾ ഒറ്റക്ക് കൊണ്ടുപോവുകയും ചെയ്യും. ഓക്കെ. അപ്പൊ അങ്ങനെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞപ്പോ നമുക്ക് നല്ലൊരു വീടുണ്ട്, നല്ലൊരു കാറുണ്ട്. എന്ത് കാര്യം? നമ്മളൊരു ശ്വാസം അങ്ങോട്ട് നിന്ന് കഴിഞ്ഞാൽ എല്ലാരും കൂടി നമ്മളെ പിടിച്ച് അങ്ങോട്ട് കൊണ്ടാക്കും, മണ്ണിലോട്ട് അങ്ങോട്ട് ഇറക്കി വെക്കൂ അല്ലേ? എന്റെ വാപ്പാണ്, എന്റെ ഉമ്മാണെന്നൊന്നും ആരും വിചാരിക്കൂല. എന്ത് ചെയ്യും? എല്ലാരെയും കൊണ്ടുപോയി വെക്കും. വെക്കാണ്ടിരിക്കാൻ പറ്റൂല. കാരണം എന്താണ്? വെക്കാണ്ട് നിന്നിട്ടുണ്ടെങ്കിൽ മണത്തിട്ട് പിന്നെ ആൾക്കാർക്ക് അവിടെ നിൽക്കാൻ പറ്റൂല. അത്രയ്ക്കും ദുർഗന്ധം ഉണ്ടാവുന്ന ഒരു സംഭവമാണ് നമ്മള്. അപ്പൊ നമ്മൾ അഹങ്കരിക്കാൻ യാതൊരു വകയും നമുക്കില്ല. നമുക്കുണ്ടെന്ന് പറയുന്ന ഒരു കാര്യം നമ്മളതല്ല, എല്ലാവരതാണ്. അള്ളാഹു താല അന്ന് നമുക്ക് തന്ന് നമ്മളെ കയ്യിലുണ്ട്. അത് നമുക്ക് ഉപയോഗിക്കാം. ഉപയോഗിച്ചിട്ട് അള്ളാഹു താലക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ അതിനെ ഉപയോഗിക്കുക. എന്നിട്ട് നാളെ അള്ളാഹു താല അത് വാങ്ങിയിട്ട് ആർക്ക് കൊടുക്കും? വേറെ ആർക്കെങ്കിലും കൊടുക്കും. നമുക്കുള്ളതൊന്നും കുറച്ചു കാലം മുന്നേ നമുക്കുള്ളതായിരുന്നില്ല, അതാരതോ ആയിരുന്നു. പിന്നെ നമുക്ക് കിട്ടി. അപ്പൊ കിട്ടിയത് നമ്മളതാണെന്ന് നമ്മൾ വിചാരിക്കേണ്ട ആവശ്യമില്ല അന്ന്. പിന്നെ അതേപോലെ തന്നെ ഈ കാപട്യം എന്ന് പറഞ്ഞാല് പിന്നെ നമ്മൾ ദ്വാ ചെയ്ത് രക്ഷപ്പെടുത്തിയ ഒരു കാര്യമാണ്. നമ്മളെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ള കാര്യമാണ്. വേറെ ആർക്കും കാണാൻ പറ്റൂല, നമുക്ക് മനസ്സിലാവും. ഓക്കെ. അപ്പൊ ഈ ഒരു 4 കാര്യത്തിൽ നിന്നും എല്ലാ സമയത്തും നമ്മൾ ദ്വാ ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് ഈ ഒരു കാര്യത്തിൽ നമുക്ക് പറയാനുള്ളത്. ഇപ്പൊ റമദാൻ മാസമാണ് അല്ലേ? ലൈലത്തുൽ ഖദ്റൊക്കെ നമുക്ക് വരാൻ പോവുകയാണ്. എന്ത് ചെയ്യുക? എല്ലാവരും പറ്റുന്ന നല്ലോണം റെസ്റ്റ് ചെയ്യുക. കുറച്ചൊക്കെ നല്ലോണം ഉറങ്ങിയിട്ടുള്ള ഒരു അമലെ നമുക്ക് ഒരു കോൺസെൻട്രേറ്റ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. തടിയൊക്കെ ക്ഷീണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല. നല്ല രീതിക്ക് അല്ലേ? പകുതി ഉറങ്ങി പകുതി ഖുർആൻ ഓതിയില്ലേ, ഉറക്കത്തിലൊക്കെ ഓതി കഴിഞ്ഞാൽ എന്തുണ്ടാവില്ല, നമുക്കൊരു കോൺസെൻട്രേഷനും കാര്യങ്ങളൊന്നും കിട്ടില്ല. നന്നായി ഒന്ന് റെസ്റ്റ് എടുക്കുക. ഒന്നാമത്തെ നമ്മള് ഭക്ഷണം ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പൊ എന്ത് ചെയ്യുക? രാത്രിക്ക് ഇബാദത്ത് ചെയ്യുന്നാലാണെങ്കിൽ പകല് നന്നായിട്ടൊന്ന് ഉറങ്ങുക. ഒരു ഉറക്ക് നന്നായിട്ട് ഉറങ്ങിയാൽ നമുക്ക് എന്ത് കിട്ടും? ഒരു ക്ഷീണമൊക്കെ മാറി നല്ല ഫ്രഷ് ആയിട്ട് ഖുർആൻ ഓതുക, പഠിക്കുക. നമ്മൾ മാക്സിമം അർത്ഥം അറിഞ്ഞ് പഠിക്കുക. അർത്ഥം അറിഞ്ഞ് പഠിച്ചാലേ ഉള്ളൂ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. അല്ലാതെ പാരായണം ചെയ്താൽ നമുക്ക് പ്രതിഫലമൊക്കെ ഉണ്ടാവും. പക്ഷേ എങ്കിൽ നമുക്ക് ആ ഒരു ഹൃദയത്തിന് ഇപ്പൊ നമുക്ക് ഇബാദത്തുകൾക്ക് നല്ല, നമ്മൾ ഇബാദത്ത് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളെ തടി കൊണ്ടും നമ്മളെ പണം കൊണ്ടും ഒക്കെ അല്ലേ? അതെടുത്ത് നമ്മൾ ചെയ്യണമെങ്കിൽ നമുക്ക് നല്ല വിശ്വാസം ഉറച്ച ആൾക്കാർക്ക് അത് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ഉറക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം. പഠിച്ച് മനസ്സിലാക്കുക, ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക. ഓക്കെ. അല്ലാഹു തആല എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ മനസ്സിലാക്കി അല്ലാഹു തആലക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ജീവിക്കാനുള്ള ഒരു സൗഭാഗ്യം ഇനിയെങ്കിലും ഇല്ലേ നമുക്ക് അല്ലാഹു നൽകട്ടെ. ഉള്ള തൗഫീഖ് അല്ലാഹു നൽകട്ടെ. അതേപോലെ തന്നെ നമ്മൾ ഈ പഠിച്ച വചനങ്ങളെല്ലാം ഈ ഒരു സദസ്സും എല്ലാം അല്ലാഹു സാക്ഷികളെ കൂട്ടത്തിൽ നമുക്ക് അല്ലെ നല്ല സാക്ഷികളായിട്ട് കൊണ്ടുവരട്ടെ. ആമീൻ 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 റഹ്മത്തിക യാ അർഹമർ റഹീമീൻ. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. ربنا تقبل منا إنك أنت السميع العليم وتب إلينا إنك أنت التواب الرحيم. سبحانك اللهم وبحمدك نشهد أن لا إله إلا أنت ونستغفرك ونتوب إليك. السلام عليكم ورحمة الله وبركاته.